സ്ത്രീകൾ നിർമ്മിച്ച കേരളം. സ്ത്രീകളല്ലാതെ മറ്റാരാണ് കേരളം നിർമ്മിച്ചത്? നമ്മുടെ ഒരുപാട് ചരിത്രം നമ്മൾ പറയാറുണ്ട്, പാരമ്പര്യം പറയാറുണ്ട്, കഥകളായി അതിനപ്പുറത്തുള്ള കൗതുകങ്ങളായി ഒക്കെ നമ്മൾ പലതും സ്വയം പറയാറുണ്ട്. പക്ഷെ അക്ഷരാർത്ഥത്തിൽ കഴിഞ്ഞ നൂറ്റാണ്ടിലെ കുട്ടികളെ പള്ളിക്കൂടങ്ങളിലേക്ക് പറഞ്ഞുവിട്ട അമ്മമാരും അമ്മൂമ്മമാരും സൃഷ്ടിച്ച കേരളത്തിൻ്റെ പിന്തുടർച്ചാവകാശികൾ മാത്രമാണ് നമ്മളൊക്കെ. ആ സ്ത്രീകൾ നിർമ്മിച്ച കേരളം എന്ന സെഷനിൽ രണ്ട് ആരാധ്യരായ വ്യക്തികൾക്ക് നടുവിൽ എനിക്ക് ഇരിക്കാൻ എന്ത് അർഹത എന്ന് ചോദിക്കുമ്പോൾ ഒറ്റ അർഹതയുള്ളൂ. എൻ്റെ അമ്മ ഒരു ടീച്ചറായിരുന്നു. ശൈല ടീച്ചറോടാണ് ആദ്യം. ടീച്ചറുടെ ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിന് തുടക്കം കുറിക്കുന്നതിന് മുമ്പുള്ള ശൈല ടീച്ചറുടെ വായനാ ജീവിതത്തെ ഏറ്റവും ശക്തമായി സാറ ടീച്ചർ സ്വാധീനിച്ചത് എങ്ങനെയാണ്? യഥാർത്ഥത്തിൽ ഇന്നത്തെ വിഷയത്തിൻ്റെ ക്യാപ്ഷൻ പോലെ തന്നെ ഒരു സ്ത്രീയാണ് എൻ്റെ വായനയെ പ്രോത്സാഹിപ്പിച്ചത് എന്ന് പറയാൻ എനിക്ക് വലിയ സന്തോഷമുണ്ട്. അത് മറ്റാരും ആയിരുന്നില്ല, എൻ്റെ അമ്മയുടെ അമ്മമ്മ അന്നത്തെ 5ാം ഫോറം എന്നൊക്കെ പറയുന്നത്, 5th ഫോറം എന്നൊക്കെ പറയുന്നത് അന്നത്തെ പെൺകുട്ടികൾക്ക് കിട്ടാവുന്ന തരക്കേടില്ലാത്തൊരു വിദ്യാഭ്യാസം ആയിരുന്നു. പക്ഷേ അതിനുശേഷം പഠിക്കാനോ ജോലി നേടാനോ ഒന്നും അമ്മമ്മക്ക് കഴിഞ്ഞിരുന്നില്ല. പക്ഷേ ആ വിദ്യാഭ്യാസം അമ്മമ്മയെ നല്ലൊരു വായനക്കാരിയാക്കിയിരുന്നു. പിന്നീട് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സജീവ പ്രവർത്തകയായിരുന്നു. പക്ഷേ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈ സമൂഹത്തെ നിർമ്മിക്കാൻ പ്രവർത്തിക്കുന്ന, അതിനുവേണ്ടി പ്രവർത്തിച്ച പഴയ തലമുറയിൽപ്പെട്ട സ്ത്രീകൾ ഒരുപക്ഷെ ചരിത്രത്തിൻ്റെ ഏടുകളിലൊന്നും സ്ഥലം പിടിക്കാറില്ല. അത് പലപ്പോഴായിട്ട് നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ള വിഷയമാണ്. പക്ഷേ എൻ്റെ അമ്മ നല്ല വായനാശീലമുള്ള ആളായിരുന്നു. അവർ നോവലുകളും കഥകളും എല്ലാം വായിക്കുമായിരുന്നു. അവർ വായിച്ചു വെച്ച പുസ്തകങ്ങളാണ് ഞാൻ പതുക്കെ വായിച്ചു തുടങ്ങിയതും കുറച്ചെങ്കിലും ഒരു വായനാശീലം എനിക്കുണ്ടാവുന്നതിന് കാരണമായതും അതാണ് എന്നുള്ളത് എന്നെ അങ്ങേയറ്റം സന്തോഷിപ്പിക്കുന്ന ഒരു വസ്തുതയാണ്. വായനാശീലം മാത്രമല്ല, അവർ സമൂഹത്തിൽ ഇടപെട്ട രീതി, അവരുടെ പെരുമാറ്റങ്ങൾ, ഒരു സ്ത്രീയാണ് എന്ന യാതൊരു അപകർഷതാബോധവുമില്ലാതെ അവർ നടത്തിയിട്ടുള്ള, അന്നത്തെ കാലത്ത് നടത്തിയിട്ടുള്ള ചില ഇടപെടലുകൾ. ഞാനൊരു ഓർമ്മക്കുറിപ്പുകളായിട്ടൊരു ചെറിയൊരു പുസ്തകം തയ്യാറാക്കിയിട്ടുണ്ട്. അതിനകത്ത് ആദ്യത്തെ ഭാഗം എൻ്റെ അമ്മമ്മയുടെ ഇടപെടലുകൾ സംബന്ധിച്ച് തന്നെയായിരുന്നു. അതുപോലുള്ള സ്ത്രീകൾ തന്നെയാണ് നമുക്ക് പ്രേരണയായിട്ട് കൂടുതലായിട്ടും വരുന്നത് എന്നത് വസ്തുതയാണ്. അപ്പോൾ എനിക്ക് വായിക്കാൻ പ്രേരണയായത് എൻ്റെ അമ്മമ്മയാണ്, ഒരു സ്ത്രീയാണ് എന്നുള്ളതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ആ ആദ്യത്തെ ചോദ്യത്തിൽ ടീച്ചർ ഒന്ന് പറയാതിരുന്നിട്ടുണ്ട്. അത് പക്ഷേ ടീച്ചറുടെ വായന അനുഭവങ്ങളുടെ ഒരു ഘട്ടത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ ടീച്ചർ പറയും എന്ന് ഞാൻ വിശ്വസിക്കുന്നു സാറ ടീച്ചറെ പറ്റി. സാറ ടീച്ചറുടെ ഇവിടെ ഇരിക്കുമ്പം ഞാനൊരു നന്ദികേട് കാണിക്കാൻ പാടില്ലാത്തതാണ്. ഞാൻ വിചാരിച്ചത് ഒരു ഡിസ്കഷൻ്റെ ഭാഗമായിട്ട് തുടക്കത്തിൽ വ്യക്തിപരമായിട്ട് എന്നെ ചെറുപ്പത്തിൽ സ്വാധീനിച്ചത് എന്ന് ചോദിച്ചത് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. വായിച്ച് വളർന്നു വരുന്ന ഘട്ടത്തിൽ തീർച്ചയായിട്ടും സാറ ടീച്ചർ ഒരു ആവേശമായിരുന്നു. കാരണം എന്തൊക്കെ ഈ സമൂഹത്തിലെ ചരിത്രപരവും അതുപോലെ തന്നെ വർത്തമാനകാലത്തെ പ്രശ്നങ്ങളും എല്ലാം ടീച്ചറിൻ്റെ രീതിയിൽ പ്രതികരിക്കും. ഞാനൊരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധിയാണ്, എനിക്ക് എൻ്റെതായിട്ടുള്ള ചില അഭിപ്രായങ്ങളുണ്ട്. പക്ഷേ എനിക്കും സാറാ ടീച്ചർക്കും ഇടയിൽ വ്യത്യാസമില്ലാത്ത ചില കാര്യങ്ങളുണ്ട്. അത് ഈ സമൂഹത്തിൽ നൂറ്റാണ്ടുകളായി സ്ത്രീകൾ പിന്തള്ളപ്പെട്ടു പോയി എന്ന വസ്തുതയാണ്. ആ പിന്തള്ളപ്പെട്ടു പോയ സ്ത്രീകൾക്ക് വേണ്ടി വാദിക്കുക എന്നുള്ള ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അങ്ങനെ വാദിക്കുമ്പോൾ സാറാ ടീച്ചറിൻ്റെ എഴുത്തുകൾ, ടീച്ചറിൻ്റെ പ്രസംഗങ്ങൾ, പ്രഭാഷണങ്ങൾ, ഇടപെടലുകൾ അത് വലിയ തോതിൽ ഒരു രാഷ്ട്രീയ സാമൂഹ്യ പ്രവർത്തകയായ എന്നെയും മറ്റു പലരെയും പോലെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പറയാനുള്ളത്. ആലാഹയുടെ പെൺമക്കൾ വായിക്കുമ്പോൾ എനിക്ക് എൻ്റെ അമ്മമ്മയെ പോലെ ഒരു അമ്മമ്മയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് സാറാ ടീച്ചറുള്ളതിൽ പറയുന്നത്. അമ്മമ്മ പറയുന്ന ചരിത്ര വസ്തുതകൾ, പരിസര പ്രദേശത്ത് നടക്കുന്ന കാര്യങ്ങൾ എങ്ങനെ ആ പെൺമക്കളുടെ മനസ്സിലേക്ക് ആ അമ്മമ്മക്ക് പകരാൻ സാധിക്കുന്നു എന്നുള്ളത് അത് ഞങ്ങളെ ഒരുമിപ്പിക്കുന്ന ഒരു ശൃംഖലയാണ്. കാരണം ഇതെല്ലാം ഒരേപോലെയാണ് ലോകത്തിൻ്റെ പല ഭാഗത്തും സംഭവിച്ചിട്ടുള്ളത്. ഒരേ കഥകളായിരിക്കില്ല, പക്ഷേ ഒരേപോലുള്ള ചില ചരടുകൾ സ്ത്രീകൾ പിന്തള്ളപ്പെട്ടതിൻ്റെ പിന്നിലുണ്ട് എന്നുള്ളതാണ്. ഏറ്റവും അവസാനം ഞാൻ വായിച്ചത് ബുധിനിയാണ്. കറ ഇപ്പോൾ വായിക്കാൻ തുടങ്ങുന്നേ ഉള്ളൂ. ഒരത്ഭുതമാണ് ടീച്ചർ എങ്ങനെയാണ് ഈ പോയ ഒരുപക്ഷെ ക്രിസ്തുവിന് മുമ്പും ക്രിസ്തുവിന് ശേഷമുള്ള ആദ്യത്തെയും അതിന് തൊട്ട് മുമ്പത്തെയും
നൂറ്റാണ്ടുകളിലെ മനുഷ്യരുടെ പ്രയാണങ്ങൾ അത് കൂടെ സഞ്ചരിച്ച് ഒപ്പിയെടുത്ത് അതൊരു ചരിത്ര നോവലോ ഫിക്ഷനോ ഒക്കെ ആയിട്ട് മാറ്റാൻ കഴിയുന്ന രീതിയിലാണ് കറ അത് കൈവശം വന്നു ചേർന്നിട്ട് ഏതാനും ദിവസങ്ങളെ ആയിട്ടുള്ളൂ, അത് വായിച്ചിട്ടില്ല. പക്ഷേ ടീച്ചറിനെ പോലുള്ള എഴുത്തുകാരിക്ക് സ്ത്രീ പ്രശ്നങ്ങളുമായി സംവദിച്ചുകൊണ്ട് തന്നെ ചരിത്രത്തെ വിശകലനം ചെയ്യാൻ സാധിക്കുന്നു, വർത്തമാനകാലത്തെ വ്യാഖ്യാനിക്കാൻ സാധിക്കുന്നു. ടീച്ചർ എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ള എഴുത്തുകാരിയാണ്. അതോടൊപ്പം തന്നെ ഇന്നിപ്പം ടീച്ചർ കുട്ടികളുടെ സാഹിത്യ മേഖലയിലേക്ക് അത് വലിയ അനുഗ്രഹമായിട്ടാണ് തോന്നുന്നത്. ലിലിയപ്പ വായിച്ചിട്ടില്ല, ഇപ്പോൾ ഇവിടുന്ന് പ്രകാശനം ചെയ്ത പുസ്തകമാണ്. കുട്ടികളുടെ മനോവ്യാപാരങ്ങൾ ടീച്ചറിൻ്റെ നോവലുകളിൽ വിശകലനം ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് ആലാഖയുടെ പെൺമക്കളിലൊക്കെ ഒരു കുഞ്ഞിൽ നിന്നാണ് തുടങ്ങുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും കുട്ടികൾക്ക് വേണ്ടി ടീച്ചറിന് എഴുതാൻ സാധിക്കും. ഞാൻ ഏറെ ബഹുമാനത്തോടു കൂടി സാറാ ടീച്ചറിൻ്റെ കൂടെ ഇരിക്കുന്നതിനുള്ള സന്തോഷം കൂടി പങ്കിട്ടുകൊണ്ട് ഞാൻ എല്ലാവരുടെയും പേര് പറയുന്നില്ല, വായിക്കാൻ സ്വാധീനിച്ച. കാരണം എനിക്ക് കിട്ടി, എന്നോട് മധു ചോദിച്ച ചോദ്യം കുഞ്ഞായിരുന്നപ്പോൾ നിങ്ങളെ സ്വാധീനിച്ചത് എന്താണെന്ന്. സാറാ ടീച്ചറിനെ വായിക്കാൻ തുടങ്ങിയത് മുതിർന്നപ്പോഴാണ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം അത് പറയാതിരുന്നത്. സാറാ ടീച്ചറെ വായിക്കുന്ന എല്ലാവരും മുതിരുന്നവരാണ് എന്നുള്ളത് കൂടിയാണ് ടീച്ചറെ കൗതുകം. അതിൽ വളരെ ഇപ്പം ടീച്ചറെ ബുധനി പറഞ്ഞതുകൊണ്ട് ചോദിക്കുകയാണ്, ഒരു കറയിലേക്ക് വരാം. അതിനു മുമ്പ് ഒരു പാൻ ഇന്ത്യൻ സ്വഭാവത്തിലേക്ക് ടീച്ചർ ആലാഹയുടെ പെൺമക്കളുടെ ദേശത്തിൻ്റെ പരിമിതികൾ അല്ലെങ്കിൽ ദേശത്തിൻ്റെതായ എഴുത്ത് എന്ന ആ ഗ്ലോക്കൽ ആയി മാറുന്നു എന്ന വിധത്തിലൊക്കെ വേണമെങ്കിൽ പറയാവുന്ന വിധത്തിൽ, പക്ഷേ അതിനൊരു പാൻ ഇന്ത്യൻ സ്വഭാവത്തിലേക്ക് ബുധനിയിൽ ടീച്ചർ മാറുന്നുണ്ട്. ഒരുപക്ഷെ ടീച്ചർക്ക് മുമ്പ് ആനന്ദാണ് ആ വിധത്തിൽ അങ്ങനെ എഴുതിയിട്ടുള്ളത്. ഒരു പാൻ ഇന്ത്യൻ എഴുത്തിലേക്ക് വന്നപ്പോൾ ടീച്ചറുടെ ആ രാഷ്ട്രീയം എന്തായിരുന്നു? അതിൻ്റെ തുടർച്ച തീർച്ചയായും ഉണ്ട്, പഴയ എഴുത്തിൻ്റെ തുടർച്ച ബുധനിയിലും തീർച്ചയായും ഉണ്ട്. പക്ഷെ അതിനപ്പുറത്ത് ബുധനിയുടെ ആ പാൻ ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ പ്രാധാന്യം എന്താ ടീച്ചറെ? ബുദ്ധിനി എന്ന് പറയുന്ന നോവൽ എഴുതുമ്പോൾ സ്വാഭാവികമായിട്ടും അതൊരു ബുദ്ധിനി എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ കഥയായിട്ട് മാത്രം നിൽക്കുന്ന ഒന്നായിരുന്നില്ല. ഇന്ത്യയുടെ ഡെവലപ്മെൻറ്റിൻ്റെ ചരിത്രത്തിൽ ബുദ്ധിനി ഒരു പ്രതീകമായിട്ട് ആണ് എൻ്റെ മനസ്സിൽ വന്നത്. കാരണം ഇന്ത്യയുടെ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് പുറന്തള്ളിയ ഒരു ലക്ഷക്കണക്കിന് മനുഷ്യരുണ്ട്. അതിനുവേണ്ടി ബലികഴിക്കപ്പെട്ട വയലുകളുണ്ട്, നശിപ്പിക്കപ്പെട്ട കാടുകളുണ്ട്. അതൊക്കെ ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് എങ്ങനെ മാർജിനലൈസ് ചെയ്യപ്പെട്ടു പോയി. ബുധനിയുടെ കഥ എഴുതുമ്പോൾ പാഞ്ചേത്ത് ഡാം, അതിനോടനുബന്ധമായിട്ടുള്ള പല ഡാമുകളും നിർമ്മിച്ച സന്ദർഭത്തിൽ ഒരുപാട് മനുഷ്യരെ അവിടുന്ന് പുറന്തള്ളപ്പെട്ടു. ഈ മനുഷ്യരൊക്കെ എവിടേക്ക് പോയി എന്നുള്ളത് ഇന്ത്യയുടെ ചരിത്രപരമായിട്ടുള്ള എവിടെയും രേഖപ്പെടുത്തിയിട്ടില്ല. ഞാൻ അതിനെക്കുറിച്ചിട്ട് ഞാൻ പഠിച്ചപ്പോൾ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അവരൊക്കെ തന്നെ വിഭജനത്തിൻ്റെ ഭാഗമായിട്ട് ഉള്ള കണക്കിലാണ് പെടുത്തിയത് എന്നാണ്. ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഭൂമിയിൽ നിന്ന് അപ്രൂട്ടഡ് ആകുന്ന, അല്ലെങ്കിൽ തൊഴിൽ ഇല്ലാതെയാകുന്ന, വരുമാനം ഇല്ലാതെയാകുന്ന, വീട് നഷ്ടപ്പെടുന്ന മനുഷ്യരെ ഒന്നും അതേ പേരിൽ അടയാളപ്പെടുത്താൻ ഇന്ത്യയുടെ ചരിത്രത്തിന് സാധിച്ചിട്ടില്ല. മറിച്ച് അത്തരം ആളുകൾ അവരുണ്ടല്ലോ, നമ്മളവരെ എത്ര ആട്ടി ഓടിച്ചാലും ഞങ്ങളുടെ ഭൂമിയൊക്കെ വെള്ളപ്പൊക്കം വന്ന് നശിച്ചുപോയി, ഞങ്ങൾക്ക് എന്തെങ്കിലും തരണേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ വീട്ടുമുറ്റത്ത് എത്തുന്ന ആളുകളോട് നിങ്ങളൊക്കെ കള്ളന്മാരാണ് എന്നുള്ള നിലപാടാണ് സാമാന്യേന സ്വീകരിച്ച് വന്നിട്ടുള്ളത്. പക്ഷേ അവരൊക്കെ തന്നെ എങ്ങനെ എന്ന ഒരു ചോദ്യം സ്വാഭാവികമായും ബുധിനിയുടെ കഥ നമ്മളോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ബുധിനി എന്ന് പറയുന്ന ഒരു കഥ എഴുതുക എന്ന് വെച്ചാൽ അത് ഇന്ത്യയെ എഴുതുക എന്ന് തന്നെയാണെന്ന് ഞാൻ അതിൻ്റെ പഠനങ്ങളിലൂടെ ഞാൻ അങ്ങനെയാണ് തിരിച്ചറിഞ്ഞത്. ഡെവലപ്മെൻറ്റിൻ്റെ മാത്രം അല്ല, ആദ്യ കാലഘട്ടത്തിൽ രൂപപ്പെടുന്ന ഒരു ഇന്ത്യ, ആ ഇന്ത്യയെ രൂപപ്പെടുത്തുന്ന ഒരു സന്ദർഭത്തിൽ നെഹ്റുവിനെ പോലെയുള്ള, അല്ലെങ്കിൽ മഹാത്മാഗാന്ധിയെ പോലെയുള്ള, അംബേദ്കറെ പോലെയുള്ള വ്യക്തിപ്രഭാവത്താൽ ഇന്ത്യയെ ഉജ്ജ്വലമാക്കാൻ നിസ്വാർത്ഥമായിട്ട് ശ്രമിച്ച യാതൊരു വിധത്തിലുള്ള സ്വാർത്ഥ താല്പര്യങ്ങളും മുന്നോട്ട് വയ്ക്കാതെ കണ്ട് ഇന്ത്യ എന്ന് പറയുന്ന ഒരു നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്ന അത്ഭുതകരമായ ഒരു രാജ്യം നിർമ്മിക്കാൻ വേണ്ടി പ്രയത്നിച്ച എല്ലാ മനുഷ്യരും ഇതിൻ്റെ ഹിസ്റ്ററിയുടെ ഭാഗമാണ്, ബുധനിയുടെ കഥയുടെ ഭാഗമാണ്. നെഹ്റുവിന് മാലയിട്ടത് കൊണ്ട് ബുധനി എന്ന് പറയുന്ന ആദിവാസി പെൺകുട്ടി കുറച്ച് പ്രശ്നങ്ങൾ അവരുടെ ഗോത്രത്തിൻ്റെതായ ആചാരങ്ങളിൽ പെട്ടുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ട് അവൾ അനുഭവിച്ചു. കുറച്ചല്ല, നല്ല ബുദ്ധിമുട്ട് അനുഭവിച്ചു. അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ട്, പുറന്തള്ളപ്പെട്ട്, കഷ്ടപ്പെട്ട്, അങ്ങനെയൊക്കെയാണ്. പക്ഷേ ആ ബുദ്ധിനിയുടെ കഥ ഒരാളുടെ കഥയല്ല, നമ്മുടെ ഇന്ത്യയുടെ കഥ തന്നെയാണ്. പണ്ഡിറ്റ് നെഹ്റു ഇതിലൊരു കഥാപാത്രമായിട്ട് വരികയാണ്.
അതുകൊണ്ട് തന്നെ അതിനെ തന്നെയുമല്ല ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഇന്ത്യയിൽ ഉടനീളമുള്ള പാവപ്പെട്ട മനുഷ്യരെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതുമാണ്. അപ്പോൾ ബുധനിയുടെ കഥ എഴുതുമ്പോൾ അത് പാൻ ഇന്ത്യൻ ആയി എന്നുള്ളതാണ്, അല്ലാതെ ഒരു പാൻ ഇന്ത്യൻ നോവൽ എഴുതാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിച്ചതോ അങ്ങനെയൊന്നും അല്ല. ബുധനിയുടെ കഥ എഴുതുമ്പോൾ അത് ഇന്ത്യയുടെ കഥയാണ്, ഇന്ത്യയുടെ ചരിത്രമാണ്, ഡെവലപ്മെൻറ്റിൻ്റെ ചരിത്രമാണ്, പുറന്തള്ളപ്പെട്ടവരുടെ ചരിത്രമാണ്, നശിപ്പിക്കപ്പെട്ട പരിസ്ഥിതിയുടെയും നഷ്ടപ്പെട്ട വയലുകളുടെയും ചരിത്രമാണ്, ഇപ്പോഴും കണക്കിൽപ്പെടാത്ത കോടാനുകോടികളായിട്ടുള്ള സാധാരണ മനുഷ്യരുടെ ചരിത്രവുമാണ്. ടീച്ചറെ, സമൃദ്ധിയും വികാസവും വിനാശവും വരൾച്ചയും ഒക്കെ തുടർച്ചയായുള്ള ഋതുഭേദങ്ങളായി വരുന്നൊരു ഘട്ടത്തിൽ ബുധനിയുടെ കഥയിൽ പറയുന്നത് പോലെ തന്നെ എത്രത്തോളം ഗവൺമെൻറ്റുകൾ നമ്മളുടെ വികസനം എത്രത്തോളം സ്ത്രീകളെ എപ്പോഴും ആദ്യം തൊടുന്നു, എത്രയും മോശമായി അടിച്ച് മാറ്റപ്പെടുന്നു. ഇപ്പോഴും നമുക്കറിയാം മധ്യേന്ത്യയിൽ ദിനം പ്രതി കുടിയിറക്കപ്പെടുന്ന ഗ്രാമങ്ങളുണ്ട്, നിരന്തരം ആവർത്തിക്കപ്പെടുന്ന സംഭവിക്കപ്പെടുന്ന ബുധനിമാരുണ്ട്. ആ വികസനവും ആ പുറന്തള്ളലും ടീച്ചർ എങ്ങനെ കാണുന്നു? തീർച്ചയായിട്ടും വികസനത്തിൽ നിന്ന് ഇരകളുണ്ടാകരുത് എന്നുള്ളതായിരിക്കണം ഒരു രാഷ്ട്രത്തിൻ്റെ സ്വപ്നം. ഒരു രാഷ്ട്രം വികസിക്കണമെങ്കിൽ എന്ത് വേണം എന്ന് മഹാത്മാഗാന്ധി വളരെ വ്യക്തമായിട്ട് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അടിത്തട്ടിലെ ഏറ്റവും പാവപ്പെട്ട മനുഷ്യരിൽ നിന്ന് അവരുടെ ജീവിത ആവശ്യങ്ങൾ നിറവേറ്റി കൊടുത്തുകൊണ്ട് പടിപടിയായി കെട്ടിപ്പടുക്കേണ്ട ഒന്നാണ് രാജ്യത്തിൻ്റെ വികസനം എന്ന് പറയുന്നത്. ഇന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നമ്മളോട് പറയുന്നത് സാമ്പത്തിക ശക്തിയായിട്ട് ഇന്ത്യ കുതിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. അപ്പുറത്ത് നരേന്ദ്രമോദി തന്നെ ഗ്രാമങ്ങളിൽ പോയിട്ട് നമുക്ക് കക്കൂസുകൾ ഉണ്ടാക്കണം എന്ന് പറയുകയാണ്. അപ്പോൾ ബേസിക്കായിട്ട് ഉള്ള കാര്യങ്ങൾ സംഭവിക്കാതെ കണ്ട് മുകൾ തെറ്റി കതിരിന് വളം വെക്കരുതെന്ന് കാരണവന്മാർ പറയും. കതിരിന് വളം വെക്കുന്ന തരത്തിലുള്ള വികസനം ഇപ്പോൾ വൻ സാമ്പത്തിക ശക്തികളെ കൂട്ടുപിടിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി രാജ്യത്തിൻ്റെ സമ്പത്ത് മുഴുവൻ കൊടുത്തുകൊണ്ട് നടത്തുന്ന ഒരു തരത്തിലുള്ള വികസന പരിപാടികളാണ് ഇവിടെ കാണുന്നത്. ഇപ്പോൾ നമുക്കറിയാം ഇന്ത്യയുടെ കൽക്കരി മേഖലയായാലും ഇന്ത്യയുടെ ഭൂമിയായാലും ഇന്ത്യയുടെ വിഭവങ്ങളായാലും ഇത് ശരിക്കും പറഞ്ഞാൽ ആരാണ് ഉപയോഗിച്ച് വികസിക്കുന്നത്? ഈ ഒരു ചോദ്യം നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്, അത് ആവർത്തിച്ച് പറയേണ്ട കാര്യമില്ല. വികസിക്കുന്നത് പണമുള്ളവർ തന്നെയാണ്. വികസിക്കാത്തത് പണമില്ലാത്തവരും ദരിദ്രരും വീടില്ലാത്തവരും പാർക്കാൻ ഭൂമിയില്ലാത്തവരും കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാൻ സാധിക്കാത്തവരും വിദ്യാഭ്യാസം കിട്ടാത്തവരും രോഗം വന്നാൽ ചികിത്സിക്കാൻ ആവതില്ലാത്തവരും ആണ്. അവർക്ക് കിട്ടുന്നുണ്ട് നക്കാപ്പിച്ചകൾ, അവർക്ക് കിട്ടുന്നുണ്ട് ഇത്തിരി തുണ്ടുകൾ, അധികാരം വെച്ച് നീട്ടുന്ന കഷ്ണങ്ങൾ, അത് കിട്ടുന്ന കോടാനുകോടികളും കുറേ പേര് ഇത് മുഴുവൻ കൊള്ളയടിച്ച് നേടുന്ന നേട്ടങ്ങളും. വികസനത്തിൻ്റെ രണ്ട് മുഖങ്ങൾ അതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വികസനത്തെ പറ്റി പറയുമ്പോൾ നമ്മൾ പറയേണ്ടത് വികസനത്തെ പറ്റിയല്ല, ഈ മനുഷ്യരെ പറ്റിയാണ്. വികസനത്തെപ്പറ്റി സംസാരിക്കുമ്പോൾ നമ്മൾ സംസാരിച്ച് തുടങ്ങേണ്ടത് ബുധനിയെ പോലെയുള്ള ലക്ഷക്കണക്കായ കോടിക്കണക്കായ ഇന്ത്യയിലെ പരിഗണിക്കപ്പെടാതെ കിടക്കുന്ന ഒന്നുമില്ലാത്ത മനുഷ്യരെ പറ്റിയാണ്. അതാണ് വികസനത്തെ പറ്റിയുള്ള സംസാരം ആയിരിക്കേണ്ടത്. മഹാഭാരതത്തിലൊരു വളരെ ശ്രദ്ധേയമായൊരു കഥയുണ്ട്. അത് യുധിഷ്ഠിരൻ യാഗം നടത്തി ഒരു ഘട്ടത്തിൽ യുധിഷ്ഠിരൻ പറയാണ് മഹാബലിയോട്, എല്ലാ ദിവസവും ഞാൻ എത്ര ആളുകൾക്ക് അന്നദാനം നടത്തും. മഹാബലി പറയുന്നു, അയ്യോ ഇത്രയും പട്ടിണിക്കാരുണ്ടോ നിൻ്റെ രാജ്യത്ത്? ഞാൻ ഭരിക്കുമ്പോൾ ഒരാളെപ്പോലും ഇങ്ങനെ കിട്ടാറില്ലല്ലോ എന്ന് ചോദിക്കുകയാണ്. ടീച്ചർ, ഈ ഫ്രീബീസിൻ്റെ രാഷ്ട്രീയം എത്രത്തോളം ഉചിതമാണ്? ഫ്രീബീസ്, സൗജന്യങ്ങൾ, കിറ്റുകൾ അതെല്ലാം നൽകിക്കൊണ്ട് ജനങ്ങൾക്ക് സ്വീകാര്യരാവാൻ ശ്രമിക്കുമ്പോൾ അത് എത്രത്തോളം ഒരു ജനാധിപത്യ സമൂഹത്തിന് സ്വീകാര്യമാണ്? അത് അല്ലെങ്കിൽ അധികാരം അവരെ അവഗണിക്കപ്പെടുന്നവർ ആ വിധത്തിൽ ദരിദ്രരാകുന്നത് കൊണ്ടല്ലേ ഫ്രീബീസ് സ്വീകരിക്കാൻ കാത്തു നിൽക്കേണ്ടി വരുന്നത്? ഒരു രാജ്യം അതിൻ്റെ പൗരന്മാരുടെ ജീവിത പ്രശ്നങ്ങൾ പ്രായോഗികമായി പരിഹരിക്കുന്നത് വരെ പ്രായോഗിക പരിഹാരം വന്നിട്ട് മാത്രമേ നിങ്ങളെ സഹായിക്കാൻ പറ്റുള്ളൂ എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് അത്തരം ഒരു ആസൂത്രണം നടത്തുന്നതിനിടയിൽ താൽക്കാലികമായിട്ട് ചെയ്യേണ്ടുന്ന ചില സൗജന്യങ്ങളുണ്ട്, അത് ചെയ്യുക തന്നെ വേണം. ചിലപ്പോൾ 1600 രൂപ പെൻഷൻ കൊടുക്കേണ്ടി വരും, ചിലപ്പോൾ സബ്സിഡി കൊടുക്കേണ്ടി വരും, സ്കോളർഷിപ്പ് കൊടുക്കേണ്ടി വരും പഠിക്കാൻ. അതൊക്കെ അത് ഔദാര്യമായിട്ട് കൊടുക്കുന്നതാണ്. ഫ്രീബീസ് അവസാനിപ്പിക്കണം എന്ന് ഭരണാധികാരികൾ പറയുന്നത് ധാർഷ്ട്യമാണ്, അത് അംഗീകരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അത് നിലനിൽക്കണം എന്നുള്ള പക്ഷമാണ് എനിക്കുള്ളത്. അതുപോലെ വികസനത്തെക്കുറിച്ച് ടീച്ചർ ഇവിടെ പറഞ്ഞു. നമ്മുടെ സമൂഹത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകണമെങ്കിൽ നിലനിൽക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ചിലത് ചെയ്യണം. ബ്രിട്ടീഷുകാർ ഉപേക്ഷിച്ച് പോയ ഇന്ത്യ ശരിക്കും ഒരു വെള്ളപ്പൊക്കം വന്നിട്ട് വെള്ളം ഇറങ്ങിപ്പോയാലുണ്ടാകുന്ന കര എങ്ങനെയോ അതുപോലെ എല്ലാം ഒഴുക്കി കൊണ്ടുപോയി വളരെ ദാരിദ്ര്യമുള്ളൊരവസ്ഥയിലായിരുന്നു.
നമ്മുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു വളരെ അർത്ഥവത്തായിട്ടാണ് അന്ന് പറഞ്ഞത്, ഇനി അമ്പലങ്ങളോ ഒന്നുമല്ല വേണ്ടത്, അണക്കെട്ടുകൾ നിർമ്മിക്കട്ടെ. അണക്കെട്ടുകൾ നിർമ്മിക്കുന്നത് ആളുകളെ ഉപദ്രവിക്കാനല്ല, ഇത്രയും ആളുകൾക്ക് ഭക്ഷണം ഉണ്ടാക്കണ്ടേ. സോവിയറ്റ് റഷ്യയിൽ വിപ്ലവം നടന്നപ്പോഴും മഹാനായിട്ടുള്ള ലെനിൻ ആദ്യം ഭക്ഷ്യപ്രശ്നം പരിഹരിക്കാനാണ് ശ്രമിച്ചത്. കൂട്ടുകൃഷിക്കളങ്ങൾ, മിഖായിൽ ഷോളോഖോവിൻ്റെയൊക്കെ നോവൽ വായിക്കും, വെർജിൻ സോയിൽ അപ്റ്റേണ്ടൊക്കെ വായിക്കുമ്പോൾ നമുക്ക് എങ്ങനെയാണ് മനുഷ്യർ ആഘോഷപൂർവ്വം ഒരുമിച്ച് അധ്വാനിച്ച് ധാന്യങ്ങൾ വിളയിച്ച് അതിൽ നിന്ന് കൃഷിക്കാർക്ക് കൊടുക്കാനുള്ളത് കൊടുത്ത് ബാക്കി വരുന്നത് കളപ്പുരകളിൽ ശേഖരിച്ച് ക്ഷാമകാലത്തേക്ക് വേണ്ടി ഉപയോഗിക്കാനൊക്കെ തീരുമാനിച്ചെന്ന രസകരമായിട്ടുള്ള അനുഭവങ്ങൾ അതിൻ്റെ അകത്തെല്ലാം ഉണ്ട്. നെഹ്റുവും ആഗ്രഹിച്ചത് എല്ലാവർക്കും ഭക്ഷണം ഉണ്ടാക്കണം, അണക്കെട്ടുണ്ടായെങ്കിൽ മാത്രമേ ജലസേചനം വഴി കാർഷിക മേഖലയെ പ്രോത്സാഹിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് അണക്കെട്ടുകളാണ് വേണ്ടത് എന്ന് പറഞ്ഞത്. എന്നാൽ ടീച്ചർ പറഞ്ഞൊരു വസ്തുതയുണ്ട്, അണക്കെട്ടുകൾ നിർമ്മിക്കാൻ അതിൻ്റെ കരയിൽ താമസിക്കുന്നവരെ ആട്ടിയോടിച്ചാൽ നാം ഉദ്ദേശിക്കുന്ന വികസനം ആർക്ക് വേണ്ടിയാണ്? ലോകത്തിലെ വൻ ശക്തികളിൽ മൂന്നാമതായതുകൊണ്ട് ഇന്ത്യക്ക് എന്താ ഗുണമുള്ളത്? ബുധനിയെ പോലുള്ള പെൺകുട്ടികൾ ഇപ്പോഴും ഇന്ത്യയുടെ ഗ്രാമങ്ങളിലുണ്ടെങ്കിൽ അല്ലേ, നേരത്തെ ഒരു മാലയിട്ട് പോയി എന്ന വിശ്വാസത്തിൽ അന്യപുരുഷനെ വരിച്ച ഒരു പെണ്ണിനെ ഭ്രഷ്ടയാക്കുന്ന സംസ്കാരം നിലനിൽക്കുന്നുവെങ്കിൽ നമുക്ക് അതുകൊണ്ട് വലിയ നേട്ടമില്ല, വൻ ശക്തി ആയതുകൊണ്ട് വലിയ നേട്ടമില്ല. മനുഷ്യരെ ദ്രോഹിക്കാതെ ചെയ്യാൻ പറ്റും. അതിന് നമുക്ക് ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള പീപ്പിൾ സെൻറ്റേർഡ് ആയിട്ടുള്ള പ്ലാനിങ് വേണം. വർത്തമാനകാലത്തെ ഒരു അനുഭവം എനിക്കൊരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ പറയാൻ പറ്റും. ഞാൻ പേരാവൂർ MLA ആയിരുന്ന സമയത്താണ്, ഇന്നത്തെ മട്ടന്നൂർ പേരാവൂർ കോൺസ്റ്റിറ്റ്യുവൻസിയുടെ ഭാഗമായിരുന്നു, അവിടെ ഒരു എയർപോർട്ടിനെ കുറിച്ചുള്ള ആലോചനകൾ വരുന്നത്. നമ്മുടെ അന്തരിച്ചുപോയ EK നായനാരാണ് കണ്ണൂർ ജില്ലയിൽ ഒരു എയർപോർട്ട് വരണം എന്ന് ആഗ്രഹിച്ചത്. ഞങ്ങളെല്ലാം അതിന് വലിയ സന്തോഷമുള്ളവരായിരുന്നു. അന്നത്തെ ഒരു കേന്ദ്രമന്ത്രിയും നമ്മെ നന്നായിട്ട് സഹായിച്ചു അതിനുവേണ്ടി. അപ്പോൾ എയർപോർട്ട് ഉണ്ടാക്കാൻ സ്ഥലം എടുക്കണം, എല്ലാം അന്വേഷിച്ച് പിടിച്ചു വന്ന് എൻ്റെ വീട് നിൽക്കുന്നതിൻ്റെ പരിസരത്ത്, അതിൻ്റെ തൊട്ടടുത്തുള്ള മൂർഖൻ പറമ്പെന്ന് പറയുന്ന കാട് പിടിച്ചൊരു പ്രദേശമാണ്. പക്ഷേ അതിൻ്റെ അപ്പുറം ഇപ്പുറമൊക്കെ ധാരാളം ആളുകൾ താമസിക്കുന്നുണ്ട്. അവിടെ സ്ഥലം എടുക്കാൻ വന്നു. 2000 ഏക്കർ സ്ഥലം എടുത്തു കൊടുത്താൽ സെൻട്രൽ ഗവൺമെൻറ് എയർപോർട്ട് ഉണ്ടാക്കാനുള്ള പെർമിഷൻ തരും. വലിയ വാദഗതികൾ നടന്നു. എയർപോർട്ട് ഉണ്ടാക്കുന്നതിന് പകരം അതെല്ലാം കുത്തിക്കളച്ച് എന്തെങ്കിലും കപ്പയോ മറ്റോ ഇട്ടാൽ അത് ആഹരിക്കാമല്ലോ, എയർപോർട്ട് കൊണ്ടെന്താ ഗുണം എന്നുള്ള ചർച്ച ഒരു ഭാഗത്തുണ്ടായിരുന്നു. മറ്റൊരു ഭാഗത്ത് ഈ പറഞ്ഞതുപോലെ അണക്കെട്ടുണ്ടാക്കുമ്പോൾ ആട്ടിയോടിക്കപ്പെടുന്നത് പോലെ നിങ്ങളെല്ലാം ഇവിടെ നിന്ന് കോരിയെടുത്തിട്ട് ആറളം ഫാമിൻ്റെ അപ്പുറത്തുള്ള കാട്ടിൽ കർണാടക ഫോറസ്റ്റിൽ കൊണ്ടുപോയി തള്ളും എന്ന് ചിലർ പറഞ്ഞു. ആകമാനം ഭയങ്കര ബഹളം. ജനപ്രതിനിധി എന്നുള്ള നിലയിൽ അവിടുത്തെ MLA ആയി എൻ്റെ ഉത്തരവാദിത്തമാണ് ഈ ഭൂമി സുഗമമായിട്ട് ഏറ്റെടുത്ത് കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ ഞങ്ങൾ ജനങ്ങളെ സമീപിച്ചു, ഭയവിഹ്വലരാണ്. പക്ഷേ അന്ന് അതിൻ്റെ ചാർജുള്ള മന്ത്രി അന്തരിച്ചുപോയ കോടിയേരി ബാലകൃഷ്ണനായിരുന്നു. അദ്ദേഹത്തെ സമീപിച്ചിട്ട് ഞങ്ങൾ നാട്ടുകാർ പറഞ്ഞു, നല്ലൊരു പാക്കേജ് ഉണ്ടാക്കണം ഭൂമി എടുക്കാൻ, എന്നിട്ട് അവരെ പുനരധിവസിപ്പിക്കണം, എന്നിട്ട് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. അന്ന് കോടിയേരി ഈ ബഹളം വെക്കുന്ന സമരം ചെയ്യുന്ന ആളുകളെ വിളിച്ചിട്ട് പറഞ്ഞൊരു വാചകം ഉണ്ടായിരുന്നു, നിങ്ങൾ ആരും കണ്ണീരോടെ ഇറങ്ങിപ്പോകേണ്ടതായിട്ട് വരില്ല, നല്ലൊരു പാക്കേജ്, ഇന്ന് കണ്ണൂർ പാക്കേജ് എന്നറിയപ്പെടുന്ന പാക്കേജ് ഉണ്ടാക്കി അർഹമായിട്ടുള്ള വില കൊടുക്കാൻ തീരുമാനിച്ചു. വീട് നഷ്ടപ്പെടുന്നവർക്ക് പുതിയ ഒരു വീട് കൺസ്ട്രക്ട് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ധനസഹായം, 10 സെൻറ്റ് ഭൂമി സൗജന്യമായി ഇതിൻ്റെ അകലെ ഒരിടത്ത് ഭൂമി കൊടുത്തുകൊണ്ട് വീടെടുക്കാൻ, പാക്കേജ് മുഴുവൻ ഞാൻ വിശദീകരിക്കുന്നില്ല, പക്ഷേ വളരെ തൃപ്തികരമായിരുന്നു. അന്ന് ഇവിടെ അളക്കാൻ വന്നാൽ നിങ്ങളുടെ കൈകാലുകൾ ഞങ്ങൾ തല്ലി ഒടിക്കുമെന്ന് പറഞ്ഞ് സമരം ചെയ്ത മനുഷ്യർ ഇന്ന് എൻ്റെ അടുത്ത്, ഇപ്പോഴ് അവിടെ MLA ഞാനാണ്, പുതിയ കോൺസ്റ്റിറ്റ്യുവൻസിയാണ് മട്ടന്നൂർ, അതിലാണിതുള്ളത്. അതിൻ്റെ അടുത്ത് കുറച്ചുകൂടി ഭൂമിയുണ്ട്, എടുക്കാമോ എന്നാണ് ചോദിച്ചിട്ട് വരികയാണെങ്കിൽ ഒട്ടും അതിശയോക്തികരമായി പറയുന്നതല്ല, കാരണം മോഹവിലയാണ് കിട്ടിയത്, നല്ല വിലയാണ്, നല്ല എൻഹാൻസ്മെൻറ്റ് അവിടുത്തെ നടപ്പ് വിലയേക്കാൾ. അപ്പോൾ അവരെല്ലാം ഇന്ന് കുറേയും കൂടി സുഖകരമായൊരു ജീവിതാവസ്ഥയിൽ, വളരെ പഴയ വീടുകളൊക്കെ ചോർന്നൊലിക്കുന്ന വീടൊക്കെ ഉണ്ടായിരുന്നവർ ഏറ്റവും ആധുനികമായ വീട്ടിലൊക്കെ താമസിക്കും. നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിൽ അവിടെ ഒന്ന് പരിശോധിക്കാം. ഇതിൻ്റെ പേരും വികസനം എന്നാണ്. എന്നാൽ ഇവിടെ തൊടാൻ പറ്റില്ല, ആളെ കുടിയൊഴിക്കാൻ പറ്റില്ല, എടുക്കില്ല എന്ന് പറഞ്ഞ് മാറി നിന്നാൽ വികസനം വരില്ല. കേരളിൻ്റെ കാര്യത്തിലും എൻ്റെ അഭിപ്രായം അതുതന്നെയാണ്. ഇനി വരുന്ന തലമുറയ്ക്ക് PSC പരീക്ഷ എഴുതിയിട്ട് ഗവൺമെൻറ് ഓഫീസിൽ ജോലി കിട്ടുന്ന സംവിധാനം വലിയ ബുദ്ധിമുട്ടാണ് കേരളത്തിലും. എന്തുകൊണ്ടാണ്? നമ്മുടെ റവന്യൂ കമ്മി കുറക്കാനാണ് കേന്ദ്ര ഗവൺമെൻറ് ആവശ്യപ്പെടുന്നത്. റവന്യൂ ചെലവ് കുറച്ചാലേ റവന്യൂ കമ്മി കുറയും. റവന്യൂ ചെലവെന്ന് പറയുന്നത് ശമ്പളം കൊടുക്കുന്ന കാശാണ്. അത് കുറക്കാൻ പറയുമ്പം നമ്മളെങ്ങനെയാണ് പുതിയ തസ്തികകൾ സൃഷ്ടിച്ചിട്ട് ജോലി കൊടുക്കുക? അപ്പോൾ പുതിയ സംരംഭങ്ങൾ ഉണ്ടാകണം, ധാരാളം ടൂറിസം ഡെവലപ്മെൻറ്റ് ഉണ്ടാകണം, മറ്റ് മേഖലകളിൽ അത്തരത്തിലുള്ള സ്വയം സന്നദ്ധരായിട്ട് സംരംഭങ്ങളൊക്കെ തുടങ്ങണം. അതിന് നമുക്ക് ആധുനിക സൗകര്യങ്ങൾ വേണം, ഹൈസ്പീഡ് റെയിൽ വേണം, അതുപോലുള്ള മറ്റ് സൗകര്യങ്ങൾ വേണം. അപ്പോൾ അതിന് ഭൂമി എടുക്കേണ്ടി വരും. പക്ഷെ ഭൂമി എടുക്കുമ്പം 1 ഇഞ്ച് ഞാൻ വിട്ടുതരില്ല, ഇവിടെ വന്ന് പോകാൻ ഞാൻ തയ്യാറാവില്ല എന്ന് പറഞ്ഞാൽ വരില്ല വികസനം.
അതിന് പകരം അവർക്ക് മതിയായത്ര പുനരധിവാസം കൊടുത്തുകൊണ്ട് ആ വികസന പ്രവർത്തനം നടത്താൻ പുറപ്പെട്ടാൽ വിഷമമില്ല. അതുകൊണ്ട് ഈ വികസനത്തിന് വേണ്ടി ഭൂമി എടുക്കുന്നതും മാറ്റിപ്പാർപ്പിക്കുന്നതും രണ്ടായിട്ട് കാണണം എന്നുള്ളൊരു അഭിപ്രായം എനിക്കുണ്ട്. യമുനാ നദിയിൽ വെള്ളം പൊങ്ങുമ്പോൾ കരയിൽ താമസിക്കുന്നവർ മുഴുവൻ മറ്റെവിടെയോ ചെന്ന് വീഴുന്ന, ഭൂപരിഷ്കരണം നടക്കാത്തത് കൊണ്ട് ഉത്തരേന്ത്യയിൽ പലയിടത്തും ഒരു തുണ്ട് ഭൂമി സ്വന്തമായി രജിസ്റ്റർ ചെയ്ത് വെച്ചിട്ടുള്ള ആരും അവർക്ക് എവിടെ അവകാശം കിട്ടുക? അവർ കോടതിയിൽ പോയാൽ അവരെ ഭൂമിയായല്ലേ കോമ്പൻസേഷൻ ചോദിക്കാൻ പറ്റൂ. ആ കോമ്പൻസേഷൻ ചോദിക്കാൻ കഴിയാത്ത മനുഷ്യരെ അട്ടി ഓടിക്കുന്നത് ശരിയല്ല. അത് കേരളത്തിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതും ശരിയല്ല. അപ്പോൾ വികസനത്തെക്കുറിച്ച് വളരെ വ്യക്തമായ ശാസ്ത്രീയ കാഴ്ചപ്പാടുണ്ടാകണം. എന്നാൽ വികസനത്തിൻ്റെ പേരിൽ സാറാ ടീച്ചർ പറഞ്ഞതുപോലെ കണ്ണീരോടെ ഇറങ്ങിപ്പോകേണ്ടി വരുന്ന, എവിടെയെങ്കിലും ചെന്ന് വീണടിഞ്ഞ് ജന്മം നഷ്ടപ്പെട്ടു പോകുന്ന മനുഷ്യർ അതുണ്ടാവരുത് എന്നുള്ള അഭിപ്രായമാണ് വികസനത്തെക്കുറിച്ച് എനിക്കുള്ളത്. അത് നടപ്പിലാവണം എന്നുള്ളതാണ് പറയുന്നത്. ഈ വികസനം എപ്പോഴും വളരെ വിവാദങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു വിഷയമാണ്. വിവാദത്തിലേക്ക് പോകാൻ എനിക്ക് താല്പര്യമില്ല. പക്ഷേ ടീച്ചറോട് ചോദിക്കാനുള്ളത്, നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള ഒരു വരയുണ്ട്. അത് രണ്ടുപേരും കമ്മ്യൂണിസ്റ്റ് കുടുംബങ്ങളിൽ നിന്ന് വരുന്നു എന്നുള്ളതാണ്. ഈ വ്യവസായവൽക്കരണത്തിന് ശേഷം കമ്മ്യൂണിസം ഒരു പ്രത്യയശാസ്ത്രമായി രൂപവൽക്കരിക്കപ്പെട്ടതിന് അതിനെ പിന്തുടർന്ന് ആ വികസന സങ്കല്പങ്ങൾ ഇപ്പോഴത്തെ വികസന സങ്കല്പങ്ങളുമായി യോജിക്കുന്നുണ്ടോ, പൊരുത്തപ്പെടുന്നുണ്ടോ? ടീച്ചർ പറഞ്ഞത് ഒരർത്ഥത്തിൽ എങ്ങനെ വികസനം കൊണ്ടുവരാം എന്നുള്ളതാണ്. പക്ഷേ ഞാൻ ഒരു ഉദാഹരണം പറയാം. ബുധിനി എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ അവിടെ പോയിട്ട് കുറേയധികം ആളുകളെ കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ അങ്ങനെ സംസാരിച്ചപ്പോൾ ഒരു മനുഷ്യൻ എൻ്റെ അടുത്തേക്ക് വന്നു. അയാളെ കൊണ്ടുവന്നതാണ് കുറച്ച് പേര്. അയാളുടെ കയ്യിൽ പഴയ ഒരു കീറ കടലാസ് ഉണ്ടായിരുന്നു. ആ കീറ കടലാസ് എന്താണെന്ന് വെച്ചാൽ അന്ന് പാഞ്ചേത്ത് ഡാം നിർമ്മിക്കുന്ന വേളയിൽ അവർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞ കോമ്പൻസേഷൻ്റെ റിസീറ്റാണ്. നിങ്ങൾക്ക് തരാം എന്ന് പറഞ്ഞുള്ള 2 റുപ്യ മറ്റോ ആണത്, 2 റുപ്യ എന്നാണ് എൻ്റെ ഓർമ്മ. ആ കടലാസ് തലമുറകളായിട്ട് സൂക്ഷിച്ചിട്ട് അത് കൊണ്ടുവന്ന് കാണിക്കുകയാണ്. ഇതാണ് തന്ന കോമ്പൻസേഷൻ എന്ന് പറഞ്ഞിട്ട്. ഇത് ഞങ്ങൾക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല എന്നാണ് ആ മനുഷ്യൻ ഞങ്ങളോട് പറഞ്ഞത്. മറ്റൊന്ന് റോബോൺ മാജി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തി. അദ്ദേഹം ബുധിനിയുടെ ഒപ്പം നെഹ്റുവിനെ സ്വീകരിക്കാൻ വേണ്ടി ബുധിനി മാലയിട്ടപ്പോൾ ബൊക്കെ കൊടുത്ത് സ്വീകരിച്ച ഒരു യുവാവാണ്. ബുധിനിയുടെ ഏകദേശം അതേ പ്രായം. ഞാൻ അദ്ദേഹത്തെ സന്ദർശിക്കുകയുണ്ടായി. അദ്ദേഹം എന്നോട് പറഞ്ഞു, അദ്ദേഹത്തിന് കുറച്ച് ഓർമ്മക്കുറവുണ്ട്. അദ്ദേഹം പറഞ്ഞത്, എന്നെ കണ്ടപ്പോൾ പറഞ്ഞത്, അന്ന് അവിടെ ഇലക്ട്രിസിറ്റി ഇല്ല, വീട്ടിൽ കറണ്ടില്ല. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞത്, നെഹ്റുവിനെ കാണുമ്പോൾ ഒരു കാര്യം പറയണം. അതെന്താ വെച്ചാൽ നെഹ്റു ഞങ്ങൾക്ക് സൗജന്യമായിട്ടുള്ള വീടും തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കറണ്ടും തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് രണ്ടും ഇതുവരെ കട്ടിയിട്ടില്ല. കണ്ടോ, ഇപ്പോൾ ഇവിടെ ഞങ്ങൾ ഇരുട്ടിലാണ്. അദ്ദേഹത്തിന് ഓർമ്മക്കുറവുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഇത് തരാം എന്ന് പറഞ്ഞിരുന്നത് ഞങ്ങൾക്ക് തന്നിട്ടില്ല എന്ന് റോബോൺ മാജി എന്ന് പറയുന്ന ആ മനുഷ്യൻ പറഞ്ഞു. ഇത് രണ്ടും വെച്ചിട്ട് നമ്മൾ ചിന്തിക്കുകയാണ്. ഈ പരിഹാര തുക അല്ലെങ്കിൽ നമ്മൾ പറയുന്ന പോലെ പുനരധിവാസം, അതല്ലെങ്കിൽ അവർക്ക് കൊടുക്കാവുന്ന സംഗതികൾ എന്നൊക്കെ പറയുന്നത് ഏത് വികസനത്തിൻ്റെ പേരിലായാലും എത്രത്തോളം നിറവേറ്റപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ടീച്ചർ ഇപ്പോൾ കണ്ണൂർ പാക്കേജിനെ പറ്റി പറഞ്ഞു. കേരളത്തിൽ നടന്നിട്ടുള്ള മുഴുവൻ കാര്യങ്ങളിലൊന്നും അത്തരത്തിലുള്ളൊരു പരിഹാരം ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് സാധ്യവുമല്ലെന്ന് തോന്നുന്നു. കാരണം സർക്കാരിൻ്റെ പക്ഷത്തുനിന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുകയാണെങ്കിൽ ഈ വികസനത്തിൻ്റെ നയങ്ങളൊക്കെ രൂപീകരിക്കുന്നതിൽ സ്ത്രീകൾക്ക് എത്രമാത്രം പങ്കാളിത്തമുണ്ട്. സ്ത്രീകൾ നിർമ്മിച്ച കേരളം എന്നാണല്ലോ വിഷയം. സ്ത്രീകൾക്ക് എത്രത്തോളം പങ്കാളിത്തം അതിനകത്തുണ്ട്? സ്ത്രീകൾ എന്തെങ്കിലും തീരുമാനം വികസനത്തിൻ്റെ കാര്യത്തിൽ എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടോ? സ്ത്രീകൾ എടുത്താൽ എന്ത് വ്യത്യാസമാണ് ഉണ്ടാവുക? അതിനും ഞാനൊരു ഉദാഹരണം പറയാം. ഞാൻ എപ്പോഴും പറയാറുള്ളൊരു ഉദാഹരണമാണ്. വിയറ്റ്നാം വാർ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരമ്മ പറഞ്ഞൊരു വാക്കാണ്. അമ്മയുടെ കുട്ടികളൊക്കെ മരിച്ചു, വീടൊക്കെ തകർന്ന് തരിപ്പണമായി പോയി, അവരാകെ അവശയായ നിലയിലാണ്. 10 കൊല്ലത്തിന് ശേഷമാണ് അവിടെ സമാധാന പ്രവർത്തകർ ചെല്ലുന്നത്. അവർ ഈ അമ്മയോട് ചോദിച്ചു. അപ്പോൾ അമ്മ പറഞ്ഞു, അമേരിക്കയോട് എനിക്ക് തീരാത്ത പകയുണ്ട്, ഞാൻ പകരം വീട്ടും പറഞ്ഞു. അപ്പോൾ നിങ്ങളിങ്ങനെ നിങ്ങളെ പോലെയുള്ള സ്ത്രീ എങ്ങനെ അമേരിക്കൻ സാമ്രാജ്യത്വ ശക്തിയോട് പകരം വീട്ടാനാണ്? അപ്പോൾ അവർ പറഞ്ഞൊരു മറുപടി ഉണ്ട്. ആദ്യം ബോംബ് വീണപ്പോൾ ഞങ്ങളൊക്കെ പേടിച്ച് നിലവിളിച്ച് ഓടി രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു. രണ്ടാമത്തെ ബോംബ് വീണപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു. നാപ്പാം ബോംബുകൾ മഴ പോലെ വർഷിച്ചു കൊണ്ടിരിക്കുന്ന പിന്നീട് വന്ന കാലങ്ങളിൽ ഞങ്ങൾ തീരുമാനിച്ചു, ഒരു ബോംബിനും മറ്റൊരു ബോംബിനും ഇടയിൽ ഞങ്ങൾ കൃഷി ചെയ്യും, ഞങ്ങൾ നിലനിൽക്കും, ഞങ്ങൾ അമേരിക്കയോട് പകരം വീട്ടും. ഓരോ സ്ത്രീയുടെ മനസ്സിലുമുള്ളത് ബോംബല്ല, നെല്ലാണ്. ഓരോ സ്ത്രീയുടെ മനസ്സിലുമുള്ളത് വെള്ളമാണ്. വികസനത്തെ
വികസനത്തിൻ്റെ ഏറ്റവും അടിസ്ഥാന ആവശ്യം എന്ന് പറയുന്നത് ഒരമ്മയെ സംബന്ധിച്ചിടത്തോളം എൻ്റെ കുഞ്ഞിനെ ഭക്ഷണം കൊടുക്കുക, എൻ്റെ കുഞ്ഞിനെ ഏറ്റവും സുരക്ഷിതമായ ഭക്ഷണം കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ കുഞ്ഞിൻ്റെ സുരക്ഷിതത്വം എന്ന് ഒരു വ്യക്തി എന്ന രീതിയിൽ ഒരു സ്ത്രീ ചിന്തിക്കുന്നത് തന്നെയാണ് സാമാന്യമായിട്ട് സ്ത്രീയുടെ വികസന സങ്കല്പത്തിൽ വരുന്നത്. ബേസിക്കായിട്ട് കുട്ടികൾക്ക്, ബേസിക്കായിട്ട് തലമുറകൾക്ക് നിലനിൽപ്പ് എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ് എന്ന ഒരു വീക്ഷണം സ്ത്രീകളുടെ മനസ്സിലുണ്ട്. ആ വീക്ഷണത്തെ പ്രകാശിപ്പിക്കാനോ ആ വീക്ഷണത്തെപ്പറ്റി സംസാരിക്കാനോ വികസനത്തെക്കുറിച്ച് രൂപപ്പെടുത്തുന്ന നയങ്ങളിൽ അത് ഉൾപ്പെടുത്താനോ സ്ത്രീകൾക്ക് അവസരമില്ല. ഇപ്പോൾ നോക്കൂ, തുല്യ പ്രാതിനിധ്യ പ്രസ്ഥാനം എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിലെ ഒരു സ്ത്രീകൾ അവർക്ക് പ്രാതിനിധ്യം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു വലിയ ഒപ്പ് ശേഖരണം നടത്തുന്നുണ്ട്. ഈ വരുന്ന 17-ാം തീയതി അതിൻ്റെ ഒരു ഒപ്പ് വിരിക്കൽ, പെൺ മെമ്മോറിയൽ എന്ന് പേരിട്ടിട്ട് ഒരു പരിപാടിയാണ് നടക്കുന്നത്. അതിൻ്റെ ചുരുളഴിച്ച് ഒപ്പ് വിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു പരിപാടി അവർ ആസൂത്രണം ചെയ്യുന്നുണ്ട്. നമ്മൾ നോക്കൂ, 33% പോലും സ്ത്രീകളുടെ പ്രാതിനിധ്യം തീരുമാനങ്ങൾ എടുക്കുന്നതിലോ അധികാരത്തിലിരിക്കുന്നതിലോ അധികാരത്തെ നിർണ്ണയിക്കുന്നതിലോ ഇല്ല എന്നുള്ളതാണ്. ഇപ്പോൾ എന്നെപ്പോലെയുള്ള ഒരു വ്യക്തി ചിന്തിക്കുന്നത്, പുറത്തു നിന്നുകൊണ്ട് നിരന്തരം ഇത് പറഞ്ഞു കഴിഞ്ഞാൽ, നിരന്തരം ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്നാൽ അകത്തുള്ള ടീച്ചറിനെ പോലെയുള്ളവർക്ക് തീർച്ചയായിട്ടും ആ സമ്മർദ്ദത്താൽ അകത്ത് കലഹിക്കാൻ പറ്റും എന്നാണ്. അകത്ത് കലഹിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷേ എന്തുകൊണ്ട് ആർട്ടിക്കിൾ 14 പ്രകാരം തുല്യരാണ് സ്ത്രീകൾ. 50% വരുന്ന ജനസംഖ്യയാണത്. ആ ജനസംഖ്യയ്ക്ക് തുല്യത എന്ന് പറയുന്ന ആരും എടുത്തു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഞങ്ങൾക്ക് 33% തരൂ എന്ന് സ്ത്രീകൾ പറയേണ്ട കാര്യമില്ല. അതവിടെ ഉള്ളതാണ്. സ്ത്രീയുടെ അവകാശം എന്ന് പറയുന്നത് അവിടെ ഉള്ളതാണ്. സ്ത്രീകൾക്ക് അത്രയധികം മുന്നോട്ട് വരാൻ കഴിയാതിരുന്ന, അത്രയ്ക്കൊന്നും ചെയ്യാൻ കഴിയാതിരുന്ന, അത്രയ്ക്ക് ചിന്തിക്കാൻ കഴിയാതിരുന്ന കാലഘട്ടത്തിൽ അവരത് ചോദിച്ചു വാങ്ങിയില്ലെന്ന് മാത്രം. ഇന്ന് നോക്കുക, ഞാൻ വിചാരിക്കുന്നത് കേരളത്തിൽ ഇതുവരെ ഭരണത്തിൽ ഇരുന്നിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മികച്ച ഒരു സ്ത്രീയാണ് നമ്മുടെ ഒപ്പം ഉള്ളത്. കോവിഡ് കാലത്ത്, നിപ്പ പകർച്ചവ്യാധിയുടെ കാലത്തും കോവിഡിൻ്റെ കാലത്തും ടീച്ചർ തന്ന ഒരു ആത്മവിശ്വാസം, ടീച്ചർ തന്ന ഒരു ധൈര്യം, ടീച്ചർ നമ്മുടെ കൂടെ നിന്ന രീതി, ടീച്ചർ ആ വിഷയത്തെ പഠിച്ച് ലോകോത്തരമായി പറഞ്ഞ ഒരു അനുഭവം, എന്താ പുരുഷന്മാരായിട്ടുള്ള ഭരണാധികാരികൾ ഉണ്ടായിരുന്നില്ലേ? അവർക്ക് ആർക്കെങ്കിലും നമ്മുടെ തോളത്ത് തട്ടി നമ്മളെ ചേർത്ത് പിടിച്ച് അത്തരത്തിലൊരു ധൈര്യം തരാൻ കഴിഞ്ഞിട്ടില്ല. അത് ഒളിച്ചു വെക്കേണ്ട കാര്യമൊന്നുമില്ല. പ്രാപ്തരായ സ്ത്രീകൾ ഇല്ലാതെ കണ്ടല്ല. സ്ത്രീകൾ ഉണ്ട്, സ്ത്രീകൾക്ക് അറിവുണ്ട്, പഠിപ്പുണ്ട്, കഴിവുണ്ട്, അവർക്ക് കാര്യങ്ങൾ തീരുമാനിക്കാൻ അറിയാം, നയങ്ങൾ രൂപീകരിക്കാൻ അറിയാം, അവർക്ക് ദർശനങ്ങളുണ്ട്, ലോകത്തെക്കുറിച്ച്, ഭാവിയെക്കുറിച്ച്, മക്കളെക്കുറിച്ച് ദർശനങ്ങളുണ്ട്. ഇവിടെ ജനിച്ചു വളർന്ന മക്കളെ മുഴുവനും വിദേശ നാടുകളിലേക്ക് ഓടിക്കുക എന്നുള്ളത് ഞങ്ങളുടെ ദർശനമല്ല, ഞങ്ങളുടെ ഉദ്ദേശവുമല്ല. എൻ്റെ കുട്ടി എൻ്റെ കൂടെ ഉണ്ടാവണമെന്നാണ്. അപ്പോൾ അതിനനുസരിച്ച് കാര്യങ്ങൾ രൂപീകരിക്കണമെങ്കിൽ നയരൂപീകരണത്തിൽ എനിക്ക് പങ്കാളിത്തം വേണം. അത് 33% സംവരണമല്ല, അതെന്തോ ആനുകൂല്യമാണ്, ഔദാര്യമാണ്. 50% തുല്യ പ്രാതിനിധ്യം, അതാണ് സ്ത്രീകൾക്ക് വേണ്ടത്. ചോദ്യങ്ങളില്ല, ടീച്ചറുടെ വാക്കുകൾ കേൾക്കുന്നു. സാറേ, ടീച്ചർ പറഞ്ഞിട്ടുള്ളത് ഒരു വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. ലോകത്തെമ്പാടും, അത് ഇന്ത്യയിലോ കേരളത്തിലോ മാത്രമല്ല, സ്ത്രീകൾ എന്തുകൊണ്ട് പകുതി ആകാശത്തിൻ്റെ ഉടമകളായില്ല, അവകാശികളായില്ല എന്നത് വലിയ പോരാട്ടം പല മേഖലകളിലും നടക്കുന്നു. ചില നേട്ടങ്ങൾ ഉണ്ടാകുന്നു, ഒന്നും നേടിയിട്ടില്ല എന്നുള്ളതല്ല. വർഷങ്ങളായിട്ട് കൃത്യമായി പറഞ്ഞ സോഷ്യലിസ്റ്റ് ആശയഗതികൾ സമൂഹത്തിൽ വ്യാപൃതമായതോടുകൂടിയാണ് സ്ത്രീ വിമോചനത്തിൻ്റെ വ്യക്തമായിട്ടുള്ള ചില കാഴ്ചപ്പാടുകളുണ്ടായി. സാറാ ടീച്ചറും ഞാനും എല്ലാം അതിൻ്റെ അരികുപറ്റി വന്നവരാണ്. വ്യക്തമായി പറഞ്ഞാൽ 1907 അന്താരാഷ്ട്ര തലത്തിലുള്ള ഒരു വനിതാ കൺവെൻഷൻ, അതിനു മുമ്പ് 1867 ഇൻ്റർനാഷണൽ വർക്കിംഗ് മെൻസ് അസോസിയേഷൻ, അതിന് കുറച്ച് മുമ്പ് 1848 കാൾ മാർക്സും എംഗൽസും എല്ലാം ചേർന്ന് പ്രസിദ്ധീകരിച്ച കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ, ഇത് മാത്രമൊന്നുമല്ല, കമ്മ്യൂണിസ്റ്റ് ആശയഗതികൾ മാത്രമൊന്നുമല്ല, സ്ത്രീകൾ സ്വതന്ത്രരാവണം എന്നാഗ്രഹിച്ച കമ്മ്യൂണിസ്റ്റ് ആശയഗതികളിൽ വിശ്വാസമില്ലാത്ത പുരോഗമനവാദികളൊക്കെ ലോകത്തിൻ്റെ പല ഭാഗത്തുണ്ടായിരുന്നു. പക്ഷേ ഫ്രഞ്ച് വിപ്ലവത്തിനൊക്കെ ശേഷം വലിയ തോതിലുള്ള സമത്വ ചിന്തകൾ ലോകത്തിലാകെ വ്യാപിച്ചിട്ടുണ്ട്. അപ്പോഴാണ് ഈ സമൂഹത്തിൻ്റെ പകുതി വരുന്ന സ്ത്രീകൾ എന്തുകൊണ്ട് ഇങ്ങനെ പിന്തള്ളപ്പെട്ടു പോയിരിക്കുന്നു, എന്തുകൊണ്ട് തീരുമാനം എടുക്കുന്ന അധികാരത്തിൻ്റെ, സാമ്പത്തിക അധികാരത്തിൻ്റെ ഒക്കെ മേഖലയിലേക്ക് വരാതിരിക്കുന്നു എന്നതിനെക്കുറിച്ച് വളരെ വിപുലമായ പഠനങ്ങൾ നടക്കാൻ തുടങ്ങിയത്. അപ്പം ഞാനതിൽ വിശ്വസിക്കുന്നത് സ്വകാര്യ സ്വത്തിൻ്റെ ആവിർഭാവത്തോടു കൂടിയാണ് സ്ത്രീകൾ രണ്ടാം തരമായിട്ട് മാറിയത് എന്നാണ്. ഞാൻ ആശ്രയിക്കുന്ന അല്ലെങ്കിൽ ആധാരമാക്കിയിട്ടുള്ളത് ഫെഡറിക് എംഗൽസ് എഴുതിയിട്ടുള്ള കുടുംബം, സ്വകാര്യ സ്വത്ത്, ഭരണകൂടം എന്നിവയുടെ ഉത്ഭവവും വളർച്ചയും എന്ന ഗ്രന്ഥമാണ്. അപ്പോൾ അതിൽ സമൂഹത്തിൻ്റെ പരിണാമത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. എല്ലാവരും അത് തന്നെ വിശ്വസിക്കണമെന്നില്ല, ഓരോരുത്തർക്കും
യുക്തിഭദ്രമായിട്ട് തോന്നുന്നത് എടുക്കാവുന്നതാണ്. പക്ഷേ വളരെ പ്രിമിറ്റീവായിട്ടുള്ള നൊമാഡിക് ആയിട്ടുള്ള മനുഷ്യർ, അവരുടെ ഇടയിലുള്ള ഒരു കൂട്ടായ്മ ഉണ്ടായിരുന്നു. എൻ്റെത് നിൻ്റെതൊന്നും ഉണ്ടായിരുന്നില്ല. പ്രാകൃതമായിട്ടുള്ള ജീവിതം ഗുഹാവാസികളൊക്കെയായി നടത്തിയ മനുഷ്യ ജീവിതത്തെക്കുറിച്ച് ചരിത്രം പറയുന്നുണ്ട്. എന്നാൽ അവർ താഴ്വാരത്തേക്ക് ഇറങ്ങി വരികയും കൃഷി ചെയ്യാൻ തുടങ്ങുകയും ഗോത്രമായിട്ട് താമസിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള കാലഘട്ടമുണ്ട്. അപ്പോൾ ഉണ്ടായിട്ടുള്ള പ്രവൃത്തി വിഭജനമുണ്ട്. സ്ത്രീകൾ പ്രസവിക്കും, കുറച്ച് സമയം ഈ താമസിക്കുന്നിടത്ത് തങ്ങുന്നു എന്ന് വന്നപ്പോൾ വീട്ടിലെ കാര്യങ്ങളും കൃഷിയും ഒക്കെ സ്ത്രീകളെ ഏൽപ്പിക്കാം എന്ന തീരുമാനം. ഇതെവിടുന്ന് വരുന്നു വേറെ. അതെ, അപ്പോൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ അതൊരു ഒറ്റവാക്കിൽ പറയാവുന്നതല്ല. പഠിക്കാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് വളരെ ഗഹനമായി പഠിക്കാൻ കഴിയുന്ന വിഷയമാണ്. എന്തായാലും ഈ കൈവശം വളർത്തുമൃഗങ്ങളും ശേഖരിച്ചു കൊണ്ടുവരുന്ന ലോഹങ്ങളുമെല്ലാം കൈവശം വന്ന ആയുധങ്ങളുമെല്ലാം വന്നപ്പോഴാണ് അവിടെ അത് വന്നു ചേർന്നത് പുരുഷന്മാരുടെ, വെളിയിലേക്ക് പോകുന്ന ശേഖരിക്കുന്ന ആളുകളുടെ കയ്യിലാണെന്ന് വന്നപ്പോഴാണ് ആദ്യമായിട്ട് പ്രവൃത്തി വിഭജനം ഉണ്ടായത്. പ്രവൃത്തി വിഭജനം വന്ന ആദ്യ നാളുകളിലും സ്ത്രീ അടിമയായിരുന്നില്ല. കൃഷിയും വീട്ടുകാര്യങ്ങളും ഒക്കെ നോക്കി അങ്ങനെ നടത്തുന്ന സ്ത്രീകൾക്ക് തുല്യ ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് നരവംശാസ്ത്ര ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നത്. നമുക്കും അതിനെല്ലാം ആശ്രയിക്കാം. പക്ഷെ പിന്നീട് വന്നപ്പോൾ ആൺകോയ്മ സമ്പ്രദായം ബലപ്പെടുന്നു, നമ്മുടെ ഫ്യൂഡൽ സംവിധാനം വരുന്നു, ഇപ്പോൾ മുതലാളിത്ത സംവിധാനം വരുന്നു. ഭൂമി കൈവശപ്പെടുത്തിയ ഭൂസ്വാമിമാർ, അതിൻ്റെ ഭൂമിയുടെ ഉടമകൾ സ്ത്രീകളായിരുന്നില്ല പലപ്പോഴും. ചിലയിടത്ത് രാജ്ഞിമാരൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അപൂർവമാണ്. അതെല്ലാം ഒരു ആൺകോയ്മ സമൂഹത്തിലേക്കാണ് പോയത്. അപ്പോൾ അതിൻ്റെ കീഴെയുള്ള പ്രജകൾ, ആ പ്രജകളാകെ അടിമകളാണ്. എന്നാൽ ആ കൂട്ടത്തിലുള്ള ടെനൻസ് ആയിട്ടുള്ള സ്ത്രീകൾ കൂടുതൽ ലൈംഗിക അടിമത്തത്തിനടക്കം വിധേയരാകുന്നു. അങ്ങനെയാണ് വിവാഹിതയായ ആദ്യ രാത്രി ഈ ഭൂമിയുടെ ഉടമയായിട്ടുള്ള തമ്പുരാൻ്റെ ഇല്ലത്ത് പോയി അവളുടെ വെർജിനിറ്റി ബ്രേക്കിങ്ങിനുള്ള അധികാരം ലാൻഡ് ലോഡിനാണ്. മലബാറിൽ അങ്ങനെ ഒരു ആചാരമുണ്ട്. ഞാൻ മലബാറിൽ നിന്ന് വരുന്ന ആളാണ്. അതും നല്ല രസമാണ്. മാർക്സിൻ്റെയൊക്കെ സമകാലികനായിട്ടുള്ള ഓഗസ്റ്റ് ബേബൽ വിമൻ ഇൻ ദ പാസ്റ്റ് പ്രസൻറ്റ് ആൻഡ് ഫ്യൂച്ചർ എന്ന് പറയുന്നൊരു ബുക്ക് എഴുതിയിട്ടുണ്ട്. എവിടെയോ ജർമ്മനിയിലുള്ള ഒരു മനുഷ്യൻ എങ്ങനെയാണ് മലബാറിനെ കുറിച്ച് ഇത്ര കണിശമായിട്ട് മനസ്സിലാക്കിയിട്ട് മലബാറിൽ ഇങ്ങനെയൊരു സ്ത്രീവിരുദ്ധ ആചാരം ഉണ്ടായിരുന്നു, ഗ്രീസിലെ അടിമത്തത്തെക്കാൾ ഭയാനകമായിരുന്നു അത് എന്ന് എഴുതിയത് എന്ന് അത്ഭുതം. അന്ന് അങ്ങനെയാണ്, അന്വേഷണ കുതികികളായിരുന്നു എഴുത്തുകാരൊക്കെ. അപ്പോൾ അത് സത്യമായിരുന്നു എന്നുള്ളതാണ്. ഞാൻ ഈ അടുത്ത നാളിൽ വാഗ്ബടാനന്ദ ഗുരുദേവൻ്റെ ഒരു പുസ്തകം അദ്ദേഹത്തെക്കുറിച്ച് എഴുതിയത് ഈ അടുത്ത നാളിൽ വായിച്ചു. അതിനകത്ത് പറയുന്നത് വാഗ്ബടാനന്ദൻ്റെ അച്ഛൻ കോറൻ ഗുരുക്കൾ കല്യാണം കഴിക്കാൻ ഒരു ചീരു എന്ന് പറയുന്ന സാമാന്യം അക്ഷരമൊക്കെ പഠിച്ച് വായിക്കുന്ന ഒരു സ്ത്രീയാണ് ചീരു. പക്ഷേ ചീരു ആദ്യത്തെ ദിവസം ഒരു ആചാരത്തിന് പോകണം, ജന്മിയുടെ ഇല്ലത്ത് മാറുപൂജ എന്നാണ് പറയുക. ചീരുവിൻ്റെ അച്ഛനും അമ്മയും ചീരുവിനെയും കൂട്ടി ഈ ജന്മയുടെ ഇല്ലത്ത് മുറ്റത്തിൻ്റെ ഇപ്പുറത്തേ നിൽക്കാൻ പാടുള്ളൂ. അയിത്തം കാരണം അവർക്ക് കയറാൻ പറ്റില്ല. പെണ്ണിന് അന്നകത്ത് കയറാം, അപ്പോൾ പെണ്ണിന് അയിത്തമില്ല. തമ്പുരാൻ ഒരു മുറിയിൽ കൊണ്ടുപോയിട്ട് വസ്ത്രാക്ഷേപം ചെയ്ത് ശരീരത്തിൽ മഞ്ഞളും ചന്ദനവും ഒക്കെ പൂശുന്ന പ്രക്രിയയാണെന്ന് പുറത്തു നിൽക്കുന്ന രക്ഷിതാക്കളോട് പറഞ്ഞിട്ട് മാറുപൂജ നടത്തുകയാണ്. എന്താ നടക്കുക എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതിനകത്ത് റേപ്പൊക്കെ അടക്കം നടക്കുകയാണ്. ഇങ്ങനെ സ്ത്രീകളെ അടിച്ചമർത്തി ഫ്യൂഡലിസത്തിൻ്റെ നിരവധി ആചാരങ്ങൾ, അതിനകത്ത് തന്നെയാണ് സ്മൃതികളും കുസൃതികളും ഒക്കെ പല ഘട്ടങ്ങളായി എഴുതി പിടിപ്പിച്ചത്. എല്ലാം വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് അപ്പടി വിഴുങ്ങാൻ നമുക്ക് സാധിക്കില്ല. അവിടെയാണ് സ്ത്രീകൾ എങ്ങനെ ആയിരിക്കണം എന്നതിനെക്കുറിച്ചുള്ള വിശദീകരണമൊക്കെ വരുന്നത്. ഞാൻ സ്ത്രീ സ്വാതന്ത്ര്യം അർഹതി എന്ന് വരുന്നതും അതിൻ്റെ കൂടെ. അപ്പോൾ എന്നോട് ഒരു പ്രൊഫസർ തർക്കിച്ചു, എന്തിനാണ് അതിനെ എതിർക്കുന്നത്? ചെറുപ്പത്തിൽ അച്ഛനും യൗവനത്തിൽ ഭർത്താവും പ്രായമാകുമ്പോൾ മകനും രക്ഷിക്കണം എന്നല്ലേ പറഞ്ഞത്, സ്ത്രീകളെ രക്ഷിക്കണ്ടേ? എന്നിട്ട് ഞാൻ സ്ത്രീ സ്വാതന്ത്ര്യം അർഹതി എന്നുള്ള വാക്ക് മാത്രം എടുത്തിട്ട്, വാചകം മാത്രം എടുത്ത് നിങ്ങൾ ബഹളം ഉണ്ടാക്കരുത്, അതിനോട് സ്ത്രീകളെ അവർ പൂജ്യരാണ് എന്നാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞു അല്ല, അതിനകത്ത് തന്നെ മനുസ്മൃതിയിൽ പറഞ്ഞത് വീട്ടുപാത്രങ്ങൾ, പശുക്കൾ തുടങ്ങിയവയോടൊപ്പം ഒരതിഥിക്ക് ദാനം ചെയ്യാൻ പറ്റിയ നല്ലൊരു വസ്തു വീട്ടിലിരിപ്പുണ്ട്, വീട്ടിലെ പെൺകുട്ടിയാണ്, ആൺകുട്ടിയല്ല. പൃഥ്വിരാജൻ്റെ മകൾ പൃഥയെ കുന്തിഭോജന് കൊടുക്കുന്നതിന് ഒരു മടിയുണ്ടായില്ല. ആ കുട്ടി ആദ്യത്തെ നാൾ, ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല, അനുഭവിച്ച പ്രയാസമൊക്കെ ഉണ്ട്, അതിലേക്കൊന്നും പോകുന്നില്ല. അപ്പോൾ അങ്ങനെയെല്ലാം ഒരു ദാനം ചെയ്യപ്പെടേണ്ട ഒന്ന്, ഇങ്ങനെയുള്ള നിരവധി കാര്യങ്ങൾ സ്ത്രീകൾക്കായിട്ട് എഴുതപ്പെട്ട് ഇതിൽ 6-ാം നൂറ്റാണ്ടിൽ മുഹമ്മദ് നബിയുടെ കാലത്ത്, നബി അന്ന് ഏറ്റവും വിപ്ലവകരമായിട്ടുള്ള കാര്യം പറഞ്ഞ ഒരാളാണ് പ്രവാചകൻ. അന്നൊരു ചർച്ച നടക്കുമായിരുന്നു അത്രേ. സ്ത്രീകൾ ദൈവത്തിൻ്റെ അംശത്തിൽ നിന്ന് പറഞ്ഞതല്ല, സ്ത്രീകൾക്ക് ഹൃദയം എന്ന് പറയുന്ന ഒരു അവയവം ശരീരത്തിലുള്ള, കീറി മുറിച്ച് പരിശോധനയൊന്നും വേണ്ടത്ര നടന്നു കഴിയാത്തൊരു കാലമാണ് ശരീരത്തെക്കുറിച്ച്. പക്ഷേ പുരുഷന്മാർക്ക് അങ്ങനെയൊന്നും ഉണ്ട്, സ്ത്രീകൾക്കില്ല. അതുകൊണ്ട് സ്ത്രീകൾ 2ാം തരമാണ്. അപ്പോഴാണ് പ്രവാചകൻ പറഞ്ഞത്, ഈ ഭൂമിയിൽ ധർമ്മനിഷ്ഠമായ ജീവിതം നയിക്കുന്ന സ്ത്രീക്കും പുരുഷനും അള്ളാഹു തുല്യമായ പ്രതിഫലം കരുതി വെച്ചിട്ടുണ്ട്. അതിൽ പരം ഒരു സമത്വം ഒന്ന് പറയാൻ സാധിക്കില്ല. ഞങ്ങളുടെ കാലമൊന്നും, നമ്മുടെ കാലമൊന്നും അല്ലല്ലോ അത്.
അപ്പോൾ അത് അങ്ങനെയുള്ള നിരവധി വർത്തമാനങ്ങളിലൂടെയാണ് സ്ത്രീ പുരുഷ സമത്വം എന്ന് പറയുന്ന ആശയം കരിപ്പിടിച്ചു വരുന്നത്. യേശുവും പറഞ്ഞു മഗ്ദലേനിലെ മറിയത്തോട്, ഹതാശയായിട്ട് ഓടി വന്ന് കാൽക്കൽ വീണ പെൺകുട്ടിയോട് എന്തു പറ്റി മകളെയും ചോദിക്കുമ്പോൾ എന്നെ കൊല്ലാൻ വരുന്നു, കല്ലെറിഞ്ഞു കൊല്ലാൻ. നീ എന്ത് തെറ്റ് ചെയ്തു? ഞാൻ ദുർനടപ്പുകാരിയാണെന്ന് പറയുന്നു. അപ്പോൾ യേശു പറഞ്ഞത്, നീ ദുർനടപ്പാണെങ്കിൽ അതിനോട് ഒരു പുരുഷനില്ലേ, ആരാ നിന്നെ കല്ലെറിയാൻ വരുന്നത്? വന്നവരോട് യേശു പറഞ്ഞു, നിങ്ങളിൽ പാപം ചെയ്യാത്തവരുണ്ടെങ്കിൽ കല്ലെറിയുക. നമ്മൾ പറഞ്ഞ ആരും കേൾക്കില്ല. യേശുവിന് ത്രികാലജ്ഞാനം ഉണ്ടെന്ന് വിശ്വാസികൾ കരുതുന്നതാണ്. അപ്പോൾ യേശുവിന് അറിയാം ഈ കൂട്ടത്തിൽ ആരൊക്കെയാണ് പാപം ചെയ്തത്. ഒരു കല്ല് പോലും ഉയർന്നില്ലല്ലോ. എന്നിട്ട് മറിയത്തിനോട് യേശു പറഞ്ഞു, പൊയ്ക്കൊള്ളുക പെൺകുഞ്ഞ്, ദുഃഖം വെടിഞ്ഞ് നീ വള്ളത്തോട് പറഞ്ഞതുപോലെ ഉൾക്കൊണ്ട വിശ്വാസം കാക്കുന്നില്ലേ, നീ പോയിക്കോ, സമാധാനത്തോടു കൂടി നല്ല കുട്ടിയായിട്ട് ജീവിക്കുക എന്ന് അത്രയേ അന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ അന്ന് പറഞ്ഞു, അന്നൊരു സമത്വത്തിൻ്റെ പാഠം അതിനകത്തുണ്ട്. ഇതെല്ലാം ഉൾക്കൊണ്ടിട്ടാണ് ഇടതുപക്ഷ ആശയഗതികളൊക്കെ രൂപം കൊള്ളുന്നത്. കമ്മ്യൂണിസ്റ്റ് ഇൻ്റർനാഷണലിൽ പൊരിഞ്ഞ ചർച്ച നടക്കുന്നത്. അതിൻ്റെയും പേര് ഇൻ്റർനാഷണൽ വർക്കിംഗ് മെൻസ് അസോസിയേഷൻ ആയിരുന്നു ആദ്യം വിളിച്ചു ചേർത്തതിന്. അതിനകത്താണ് സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം വേണമെന്ന് പറയുന്നത്. 907 ഇൻ്റർനാഷണൽ വിമൻസ് അസോസിയേഷൻ യോഗം ചേരുമ്പോൾ ബ്രിട്ടനിൽ നിന്ന് വന്ന ഫാബിയൻ സൊസൈറ്റിയിലൊക്കെ പെട്ട സ്ത്രീകൾ അവകാശത്തിന് വേണ്ടി തർക്കിച്ചത് എങ്ങനെയാണ്? എല്ലാവർക്കും വോട്ടവകാശം വേണം, പുരുഷനെ പോലെ സ്ത്രീകൾക്ക്. ജനാധിപത്യം ഇങ്ങനെ കടന്നു വരുന്ന സമയമാണ്. അപ്പോൾ ചില സ്ത്രീകൾ പറഞ്ഞത് എല്ലാവർക്കും വേണ്ട, സ്വത്തുള്ള സ്ത്രീകൾക്ക് മാത്രം വോട്ടവകാശം കൊടുത്താൽ മതി എന്നാണ്. എല്ലാവർക്കും വേണ്ട. അപ്പോഴാണ് ക്ലാരാ സെത്കിനെ പോലുള്ള സോഷ്യലിസ്റ്റുകൾ അതിനകത്ത് പറഞ്ഞത് സ്വത്തുള്ളവർക്ക് മാത്രമല്ല, സ്ത്രീകളായി പറഞ്ഞവർക്കെല്ലാം പുരുഷന്മാരെ പോലെ തന്നെ വോട്ടവകാശം വേണം. എല്ലാ പുരുഷന്മാർക്കും വേണം, എല്ലാ സ്ത്രീകൾ. ഇതാണ് സോഷ്യലിസ്റ്റ് ആശയഗതികളുടെ ഉദയം. അത് പല രീതിയിൽ വ്യാഖ്യാനിക്കുന്നവരും അംഗീകരിക്കുന്നവരും ഉണ്ട്. എന്നെപ്പോലെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അംഗമാകാം, ഇനി ഒരു സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ അംഗമാകാം. ഇതൊന്നും അല്ലെങ്കിലും സോഷ്യലിസം മനസ്സിൽ സൂക്ഷിക്കുന്ന ഇപ്പോൾ ടീച്ചർ സംഘടന ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനകത്തെ ഉൾക്കാമ്പ് സോഷ്യലിസമാണ്, സമത്വമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ എടുക്കാം. ഞാൻ പറഞ്ഞു വരുന്നത്, ഇങ്ങനെ ആശയഗതികൾ പ്രചരിച്ചിട്ടും സോവിയറ്റ് റഷ്യയിൽ വിപ്ലവം നടന്നിട്ട് ഗുണപരമായ വലിയ മാറ്റം. ഇതിൽ അലക്സാണ്ടർ കൊളൻഡോയ് സോവിയറ്റ് റഷ്യയിലെ വിമൻ ആൻഡ് ചിൽഡ്രൻ വകുപ്പിൻ്റെ മന്ത്രിയായിട്ട് വന്നു. അപ്പോൾ ലെനിൻ ചോദിച്ചു, നിങ്ങളുടെ വകുപ്പിൽ എന്താ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? കൊളൻഡോയ് പറഞ്ഞത്, സഖാവെ, സ്ത്രീകളെ ഗാർഹിക അടിമത്തത്തിൽ നിന്ന് രക്ഷിച്ച് സാമൂഹ്യ അധ്വാനത്തിലേക്ക് കൊണ്ടുവന്നാലേ സ്ത്രീ സ്വതന്ത്രയാവുന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? അങ്ങനെയാണെങ്കിൽ എൻ്റെ വകുപ്പിൽ ഞാൻ തുടങ്ങാൻ ആഗ്രഹിക്കുന്നത് കുറേ പബ്ലിക് ലോണ്ടറികൾ, പൊതു അടുക്കളകൾ, അങ്ങനെ സ്ത്രീകൾക്ക് ആവശ്യമായ സഹായ സപ്പോർട്ട് പദ്ധതികളാണ്. അപ്പോൾ അതാണ് അതിൻ്റെ പ്രായോഗികത. അത് മാത്രമല്ല, ഞാൻ ഇത്തരം ഒരു മീറ്റിങ്ങിൽ വിശദമായിട്ട് നമ്മൾ പറയുന്നില്ല. പക്ഷേ നമ്മുടെ രാജ്യം സ്വതന്ത്രമായിട്ട് അങ്ങനെയൊന്നും ആലോചിച്ചിട്ടില്ല എന്ന് ഇന്ന് വരെ ആലോചിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇന്നും ഉത്തരേന്ത്യയിലെ പാവപ്പെട്ട സ്ത്രീ, ദളിത്, നമ്മുടെ കേരളത്തിലേക്ക് വരാം, കുറച്ച് വ്യത്യാസമുണ്ട് കേരളത്തിൽ, പക്ഷെ അവിടെ അനുഭവിക്കുന്നത് ബുദ്ധിനിയെപ്പോലുള്ള പ്രയാസങ്ങളാണ്. അത് മാറ്റാൻ നെഹ്റു പറഞ്ഞു, സ്വാതന്ത്ര്യം കിട്ടിയ ഉടനെ ശാസ്ത്രജ്ഞന്മാരെ വിളിച്ചിട്ട് നെഹ്റു പറഞ്ഞു, ഓൾ സൊസൈറ്റീസ് ആർ നോർമലി കൺസർവേറ്റീവ്, ബട്ട് അവർ സൊസൈറ്റി ഈസ് മോർ ദാൻ നോർമലി കൺസർവേറ്റീവ്. ഈ ഇരുളാണ്ട സമൂഹത്തെക്കുറിച്ച് മനസ്സിലാക്കി ശാസ്ത്രബോധമുള്ളവരായി ഇന്ത്യക്കാരെ മാറ്റിയാലേ രക്ഷയുള്ളൂ എന്ന് ആരും കേട്ടില്ല. ഇപ്പോൾ ശാസ്ത്രജ്ഞന്മാരടക്കം വലിയ തോതിലുള്ള അന്ധവിശ്വാസത്തിലേക്ക് നീങ്ങുന്ന ഒരു കാലം നമ്മൾ കാണുകയാണ്. അപ്പം നമുക്ക് തെറ്റി എവിടെയോ, നമുക്ക് പിഴച്ചു പോയിട്ടുണ്ട്. കേരളത്തിൽ വലിയ മാറ്റം ഉണ്ടായി. സ്ത്രീകൾ നിർമ്മിച്ച കേരളം എന്ന് പറയുമ്പോൾ തുടക്കത്തിൽ 30കളിലും 40കളിലും എല്ലാം പൊരുതുന്ന ഒട്ടേറെ പുരുഷന്മാരും സ്ത്രീകളും വന്നു. ഉയർന്ന സമുദായത്തിൽ നിന്ന്, ചാതുർവർണ്ണത്തിൻ്റെ ശ്രേണിയിൽ ഉയർന്ന സമുദായത്തിലുള്ള പുരുഷന്മാരായിരുന്നില്ലേ MRBയും BT പട്ടതിരിപ്പാടും EMSും ഒക്കെ? അവരെല്ലാം ഇറങ്ങി വന്നു. അവരെല്ലാം സ്ത്രീ സമത്വത്തിനു വേണ്ടി വാദിച്ചു. ആര്യവള്ളത്തെ പോലുള്ള ആളുകൾ. ഇന്ന് മാതൃഭൂമിയിലൊരു കോളമുണ്ട്, ഒരു സ്ത്രീയുടെ പേര് ചെങ്കൊടി. അതാണ് മലപ്പുറത്തെ ഒരു ഇല്ലത്ത് ജനിച്ചതാണ്. അച്ഛൻ ഭയങ്കര പുരോഗമനവാദിയായതുകൊണ്ട് ജനിച്ച കുഞ്ഞിന്, അന്ന് വിപ്ലവം തലയിൽ കയറി പിടിച്ച സമയമാണല്ലോ, അതുകൊണ്ട് കുഞ്ഞിന് ചെങ്കൊടിയെന്ന് പേരിട്ടു. സ്കൂളിൽ ചേർക്കാൻ ചെല്ലുമ്പോൾ ഈ പേരൊന്നും പറ്റില്ല, വൃത്തിയുള്ള വല്ല പേരും ഇടാൻ. അപ്പോൾ ചോപ്പ് ഉപേക്ഷിക്കാൻ തയ്യാറല്ല, എന്നാൽ ചെന്താമരാക്ഷി ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. എന്നിട്ട് ചെന്താമരാക്ഷി. പക്ഷേ നാട്ടിൽ അവർ അറിയപ്പെടുന്നത് ചെങ്കൊടിയാണ്. ഞാൻ പറഞ്ഞത് കലഹത്തിൻ്റെ, ഇടപെടലിൻ്റെ ഒരു കാലഘട്ടം. അതിൽ നിരവധി സ്ത്രീകൾ പങ്കാളിത്തം വഹിച്ചിട്ടുണ്ട്. എൻ്റെ അമ്മമ്മ അറിയപ്പെടുന്ന ആളൊന്നുമല്ല, പക്ഷേ ഒളിവിലിരിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാർക്ക് പ്രാണൻ വെടിഞ്ഞുകൊണ്ട് ഭക്ഷണം എത്തിക്കാൻ വേണ്ടി അവർ നടത്തിയിട്ടുള്ളൊരു പെടാപ്പാടുണ്ടല്ലോ. എന്തിന്? നാളത്തെ സമൂഹത്തിന് റൗക്കയിടാൻ, നാളത്തെ സമൂഹത്തിന് പൊതുവഴിയിലൂടെ നടക്കാൻ, എല്ലാ അമ്പലങ്ങളിലും ആരാധനാലയങ്ങളിലും കയറി ചെല്ലാൻ അവരൊരുപാട് വിജയിച്ചു, അവരെ പോലുള്ള സ്ത്രീകൾ. പക്ഷേ ഇന്ന് ആ ഇരുള് തിരിച്ചു വരികയാണ്. പുതിയ സമൂഹം, പ്രശസ്ത കാർട്ടൂണിസ്റ്റ് അബു എബ്രഹാം പറഞ്ഞതുപോലെ നമ്മുടെ ഇന്നത്തെ സമൂഹം മൃദുലതയിൽ നിന്ന് അതിമൃദുലതയിലേക്ക് പോവുക. നമ്മൾ എങ്ങനെ വേണമെങ്കിലും ഒടിച്ചുകൂട്ടി മടക്കി വെക്കാൻ കഴിയുന്ന ഒരു മൃദുത്വം, ഒരു നിശബ്ദത ഈ സമൂഹത്തെ വ്യാപിക്കുകയാണ്. അതിനെ പൊളിക്കാതെ നമുക്ക് നിൽക്കാൻ സാധിക്കില്ല. സാറാ ടീച്ചറെ പോലുള്ള ആളുകൾ
അതിനെ പൊളിക്കാനാണ് ശബ്ദം ഉയർത്തിയത്. ഞാൻ മറ്റൊരു സ്ഥലത്ത് നിന്നുകൊണ്ട്. ഇനി അവസാനത്തെ ഒരു കാര്യം നീണ്ടുപോകുന്നതുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. പാർട്ടിക്കകത്ത് സ്വാതന്ത്ര്യമുണ്ടോ വിമർശിക്കാനെന്ന്? ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ ഒരു അംഗമാണ്. കമ്മിറ്റിക്കകത്തൊക്കെ നഖശീതാന്തം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, പുറമേ കാണുന്നവർക്ക് അങ്ങനെ തോന്നില്ല. പക്ഷേ ഒരു മുതലാളിത്ത സമൂഹത്തിനകത്ത് പ്രവർത്തിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്തും ഈ പുരുഷ മേധാവിത്വപരമായ ആശയങ്ങളുണ്ടാകും. അതുകൊണ്ട് പാർട്ടിക്കകത്ത് തന്നെ തെറ്റുതിരുത്തലെന്ന് പറയുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രധാനമായിട്ടും പറയുന്നത് സാമ്പത്തിക അരാജകത്വത്തിൻ്റെ തെറ്റുതിരുത്താൻ മാത്രമല്ല, മറ്റു തരത്തിലുള്ള സ്ത്രീവിരുദ്ധമായിട്ടുള്ള മനോഭാവം കഴുകിക്കളയാൻ കൂടിയാണ്. എന്നാൽ ഒരു ദിവസം അങ്ങനെ ഒരു മീറ്റിംഗ് നടന്നതുകൊണ്ട് പിറ്റേന്ന് സർവ്വം ശുഭം, എല്ലാവരും മറ്റവരെക്കാൾ മെച്ചം എന്നൊന്നും ഞങ്ങൾക്ക് പറയാൻ കഴിയുന്നുമില്ല. പക്ഷേ നിരന്തരമായിട്ട് ആ പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ സ്ത്രീകൾ പിന്തള്ളപ്പെട്ടു പോയത് കൊണ്ട് തന്നെ ഉത്തരവാദിത്തം എടുക്കാൻ മടിച്ചു മാറി നിൽക്കുന്നൊരവസ്ഥയുണ്ട്. കേരളത്തിലെ സ്ത്രീകൾ അഭ്യസ്ത വിദ്യരാണ്, ഏത് മേഖലയിലും കടന്നു വരാൻ തൻ്റെ ഇടം കിട്ടിയിട്ടുള്ളവരാണ്. ഞാൻ ഒറ്റ വാചകേ പറയുന്നുള്ളൂ, അവസാനിപ്പിക്കാം. പക്ഷേ ഉത്തരവാദിത്തം കൊടുക്കുമ്പോൾ അതെടുക്കാൻ പലപ്പോഴും ഒരു കമ്മിറ്റിയുടെ സെക്രട്ടറി ആവാൻ പറഞ്ഞാൽ അയ്യോ അത് വേണ്ട ഏട്ടാ, എന്താ വീട് അവരെ ചൊറച്ചിടുന്നു. വൈകുന്നേരം ആകുമ്പോൾ 5 മണിക്ക് ശേഷം അവിടെ പോയിട്ട് അടിക്കണം, തൂക്കണം, വൃത്തിയാക്കണം, അപ്പോൾ അവിടെ ചെല്ലണം. അത് മാത്രമല്ല, ആ മടി അങ്ങ് ബാധിച്ച് ഉത്തരവാദിത്വം ഒന്നും എടുക്കാൻ കഴിയില്ല. മിണ്ടിയിട്ടില്ലേ കുഴപ്പമില്ലല്ലോ, ഭാരയേറ്റിട്ടില്ലേ കുഴപ്പമില്ലല്ലോ എന്ന് പറഞ്ഞ് നിൽക്കുന്നവരില്ലേ? അഭ്യസ്തവിദ്യരായിട്ടുള്ള പെൺകുട്ടികൾ ഒരു ഓണ്ടർപ്രീനർഷിപ്പിന് ധൈര്യപ്പെടാത്തവരില്ലേ? എന്നാൽ ധൈര്യപ്പെട്ട് വരുന്ന എത്ര പേരെ എനിക്കറിയാം നല്ല തിളങ്ങി നിൽക്കുകയാണ് സംരംഭകത്വത്തിൽ. അങ്ങനെയെല്ലാം ഉണ്ട്. അപ്പോൾ നമ്മളിത് രണ്ടും കാണണം. മടിച്ചു മാറി നിൽക്കുന്നവർ, അവസരം കിട്ടാത്തവർ, അവരെ മുന്നോട്ട് കൊണ്ടുവരാൻ നമുക്ക് ശ്രമിക്കണം. കഴിഞ്ഞ തവണ എൻ്റെ പാർട്ടിക്കകത്തൊരു തീരുമാനം എടുത്തു, ബ്രാഞ്ച് സെക്രട്ടറിമാരായിട്ട് സ്ത്രീകൾ വരണം. അപ്പോൾ പലരും തയ്യാറായിരുന്നില്ല. 2500 ബ്രാഞ്ച് സെക്രട്ടറിമാർ ഈ കഴിഞ്ഞ സമ്മേളനത്തിൽ സ്ത്രീകളായി. ഒരു കുഴപ്പവും പറ്റിയിട്ടില്ല കേട്ടോ. ആ ബ്രാഞ്ചിൻ്റെ പ്രവർത്തനം പുരുഷന്മാരാവുന്നതിനേക്കാൾ ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്. മറ്റേ സംവരണത്തിലുള്ള വന്നതാണ്. തിരഞ്ഞെടുപ്പൊക്കെ വരുമ്പോൾ പൊരിഞ്ഞ ചർച്ച നടക്കും. അവസാനം തലയും കുത്തി മറിഞ്ഞ് ജയിക്കുന്ന സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞ് തീരുമാനിക്കുമ്പോൾ സ്ത്രീകൾ പിന്നെയും ബാക്കിയാവും. അത് പറ്റില്ല എന്ന് അതിനകത്ത് ഞങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ധാരാളം സ്ത്രീകൾക്ക് അവസരം ഉണ്ടാകണം പലപ്പോഴും എന്നുള്ളതാണ്. മാറ്റം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. വലിയ തോതിലുള്ള മാറ്റം ഉണ്ടാക്കാൻ തന്നെയാണ് എല്ലാവരും. അങ്ങനെ ഒരു മാറ്റത്തിന് വേണ്ടി സ്ത്രീകൾക്ക് അവസരം കൊടുത്താൽ അവർ ചെയ്യും. ഒറ്റൊരു കാര്യവും കൂടി പറഞ്ഞ് ഞാൻ തീർത്തും അവസാനിപ്പിക്കാം. മന്ത്രി എന്നുള്ള നിലയിൽ ഞാനൊരു നിർണായക ഘട്ടത്തിലുള്ള ആളായതുകൊണ്ടാണ് ഇങ്ങനെ അറിയപ്പെട്ടത്. ഞാൻ മാത്രമല്ല, സ്ത്രീകൾ ഉത്തരവാദിത്തം എടുത്തിട്ടുള്ള എല്ലാ സ്ത്രീകളും നന്നായി പ്രവർത്തിച്ചിട്ടുണ്ട്. എനിക്ക് മുമ്പ് ഗൗരവം ഉണ്ടായിട്ടില്ലേ? എനിക്ക് മുമ്പ് സുശീല ഗോപാലൻ ഉണ്ടായിട്ടില്ലേ? ഇല്ലേ? ഇന്ദിരാഗാന്ധിയോട് ആശയപരമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി നിന്ന് എല്ലാവരെയും കൈകാര്യം ചെയ്തിട്ടില്ലേ? അപ്പോൾ സ്ത്രീകൾക്ക് സാധിക്കും. ശ്രീമതി ടീച്ചർ എനിക്ക് മുമ്പ് മന്ത്രിയായിരുന്നില്ലേ? ഭംഗിയായിട്ട് ആരോഗ്യവകുപ്പ് കൈകാര്യം ചെയ്തല്ലോ. അപ്പം ഞാനൊരു നിർണായക ഘട്ടത്തിലായതുകൊണ്ട് എല്ലാവരും പേടിച്ചിരിക്കുന്ന സമയത്താണ് എൻ്റെ തിരുമുഖം കണ്ടത് എന്നുള്ളത് കൊണ്ട് കുറച്ചുകൂടി ശ്രദ്ധിക്കപ്പെട്ടു എന്നുള്ളത് വസ്തുതയാണ്. സ്ത്രീകൾക്ക് കൊടുത്താൽ ആ ഉത്തരവാദിത്വം സ്ത്രീകൾ ഭംഗിയായിട്ട് നിർവഹിക്കും എന്നുള്ളതാണ്. അങ്ങനെ നമുക്ക് കുറേയും കൂടി സ്ത്രീകളെ ഈ ഉത്തരവാദപ്പെട്ട, അത് മന്ത്രിയോ മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ MLA തന്നെ ആവണമെന്നില്ല, താഴേന്ന് തുടങ്ങണം ഉത്തരവാദിത്തം ഏറ്റെടുക്കുക. ഒരു പഞ്ചായത്ത് മെമ്പറോ അല്ലെങ്കിൽ ഒരു സംഘടനയുടെ സെക്രട്ടറിയോ ജനപ്രതിനിധി തന്നെ ആവണമെന്നില്ല. ആ ഉത്തരവാദിത്തം എടുക്കാൻ ഒരു സംഘടനയുടെ സെക്രട്ടറി ആയിട്ടൊരു സ്ത്രീ വരട്ടെ എന്ന്. അവർക്ക് എന്തെല്ലാം പുരുഷനും സ്ത്രീയും അടങ്ങിയിട്ടുള്ള സംഘടനയുടെ, മഹിളാ സംഘടനയുടെ സെക്രട്ടറി പിന്നെ മക്കളെ തന്നെയല്ലേ ആക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അതല്ല പറഞ്ഞത്, പുരുഷനും സ്ത്രീയും അടങ്ങിയ. ഞാനായിട്ടുണ്ട് DYFയുടെ അന്നത്തെ KSYFൻ്റെ താഴത്തെ യൂണിറ്റിൻ്റെ സെക്രട്ടറി ആയിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് അതിൽ സെക്രട്ടറി ആയി ചെയ്യാൻ പറ്റില്ല എന്നുള്ള അഭിപ്രായമൊന്നും ഉണ്ടായിരുന്നു. ഞാൻ കുറച്ച് നീണ്ടുപോയി പറഞ്ഞതിൽ. ഇത്തരം കാര്യങ്ങൾ ഒറ്റവാക്ക് പറയാൻ പറ്റുമോ? അതുകൊണ്ട് തീർത്തും ഞാൻ നിർത്തുകയാണ്. സാറാ ടീച്ചർക്ക് മൈക്ക് കൊടുക്കാൻ നമുക്ക് പരിശ്രമിക്കാം എല്ലാവർക്കും. തേർത്തെളിച്ചില്ലേ സുഭദ്ര എന്ന വിധത്തിൽ മാത്രം കണ്ടാൽ മതിയോ? കേരളത്തിൽ എന്നൊരു വനിതാ മുഖ്യമന്ത്രി ഉണ്ടാവും. ഗൗരി അമ്മയ്ക്കൊക്കെ നഷ്ടമായ സീറ്റ്. അത് ഈ ഒറ്റപ്പെട്ട വ്യക്തികളെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് നമുക്ക് സാമാന്യമായിട്ട് സ്ത്രീകളെ പറ്റി പറയാൻ പറ്റില്ല. എന്തുകൊണ്ടാണ് സ്ത്രീകൾ അത് ഏറ്റെടുക്കാൻ മടിക്കുന്നത് എന്നുള്ളതിന് സാമൂഹികമായ ഒരു മറുപടിയോ മാറ്റമോ ഉണ്ടാക്കാൻ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾക്ക് സാധിച്ചിട്ടില്ല. അത് ഒരു രാഷ്ട്രീയ പാർട്ടിയല്ല, ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് സാധിച്ചിട്ടില്ല. ഡോക്ടർ അംബേദ്കർ ഭരണഘടനയെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു, രാഷ്ട്രീയമായിട്ടുള്ള തുല്യത നമുക്ക് കൊടുക്കാൻ സാധിക്കും, പക്ഷേ സാമ്പത്തികവും സാമൂഹികവുമായിട്ടുള്ള തുല്യത നമുക്ക് ഉണ്ടായിട്ടില്ല. അതിതുവരെയും ഉണ്ടായിട്ടില്ല. സാമൂഹികമായ തുല്യത ഉണ്ടായിരുന്നു എങ്കിൽ സ്ത്രീകളും ദളിതരും ട്രാൻസ്ജെൻഡേഴ്സും ഈ സംവരണത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ ഔദാര്യത്തിന് വേണ്ടിയോ കൈനീട്ടുകയോ വർത്തമാനം പറയുകയോ ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. സാമൂഹികമായി തുല്യത ഉണ്ടാക്കണമായിരുന്നുവെങ്കിൽ നമ്മൾ അങ്ങനെ ഒരു സമൂഹത്തെ നിർമ്മിക്കണമായിരുന്നു.
നമ്മൾ അങ്ങനെ ഒരു സമൂഹത്തെ നിർമ്മിച്ചില്ലെന്ന് മാത്രമല്ല, നമുക്ക് അതിൻ്റെ ഒരു പിന്തുടർച്ച, നവോത്ഥാനത്തിൻ്റെയൊക്കെ ഫലമായിട്ടുണ്ടായ ഒരു സ്ത്രീയുടെ മുന്നോട്ട് വരവ്, സ്ത്രീയുടെ അവസ്ഥകളിൽ വരുത്തിയ കുറച്ച് പരിഷ്കാരങ്ങൾ, അത് വിമോചനപരമായി മാറ്റി തീർക്കുകയും സ്ത്രീക്ക് സമത്വവും തുല്യതയുമുള്ള ഒരു സമൂഹത്തെ സൃഷ്ടിക്കുകയും ചെയ്യാനായിട്ട് നമുക്ക് സാധിച്ചിട്ടില്ല. എനിക്ക് ടീച്ചർക്ക് പറയാൻ പറ്റില്ല എങ്കിൽ പോലും ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ 33% സംവരണം ഞാൻ അതിനോട് യോജിക്കുന്ന ആളല്ല. എങ്കിലും അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലെങ്കിൽ ഭരണാധികാരത്തിലിരിക്കുന്ന ഇപ്പോൾ ഇരിക്കുന്ന മുന്നണി കൊടുക്കുമോ? കൊടുക്കാൻ ഒരു സാധ്യതയില്ല എന്ന് എനിക്കറിയാം. ഒരു സാധ്യതയുമില്ല. കാരണം അവരുടെ പാർട്ടിക്ക് അകത്ത് പോലും 33% സംവരണം കൊടുത്തിട്ടില്ല. പാർട്ടിക്കകത്ത് സംഘടനാ പ്രവർത്തനത്തിൽ 33% സംവരണം വരാതെ കണ്ട് എങ്ങനെയാണ് പെട്ടെന്ന് 33% സംവരണം തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കൊടുക്കുക എന്നൊരു ചോദ്യമുണ്ട്. അതേസമയം ബംഗാളിൽ അതല്ലെങ്കിൽ പിന്നെ ഒറീസയിൽ ഒക്കെ തന്നെ, ഒറീസയിൽ കഴിഞ്ഞ പ്രാവശ്യം ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 71% സ്ത്രീ വിജയം ഉണ്ടായിട്ടുണ്ട്. അവർക്ക് കൊടുത്ത സീറ്റിൽ 9 സീറ്റോ മറ്റാണ് കൊടുത്തത്. അതിൽ 5 എനിക്കറിയില്ല വിജയിച്ചു, സ്ത്രീകൾ വിജയിച്ചു. ബംഗാളിലും അത് തന്നെ ഉണ്ടായി. കൊടുത്താൽ സ്ത്രീകൾ വിജയിക്കുകയും നേടിയെടുക്കുകയും ചെയ്യും. ഇത് കൊടുക്കുക എന്ന് പറയുന്ന ടേമിനോടാണ് എനിക്കുള്ള വിയോജിപ്പ്. കൊടുക്കേണ്ടതല്ല, അത് സ്ത്രീകൾ എടുക്കേണ്ടതാണ്. സ്ത്രീകൾ അങ്ങനെ എടുക്കാൻ സ്ത്രീകളെ പ്രാപ്തരാക്കുന്ന തരത്തിലുള്ള ഒരു സാമൂഹ്യ പാഠങ്ങളോ അതല്ലെങ്കിൽ സ്ത്രീകൾക്ക് തന്നെയും ഒരു അവബോധം ഉണ്ടാക്കുന്ന രീതിയിലോ നമുക്ക് ഒരു പ്രവർത്തനം കാഴ്ചവെക്കാനായിട്ട് സാധിച്ചിട്ടില്ല. അവരിപ്പോഴും മതങ്ങളുടെയും ടീച്ചർ നേരത്തെ ചൂണ്ടിക്കാണിച്ച അനാചാരങ്ങളുടെയും അന്ധവിശ്വാസങ്ങളുടെയൊക്കെ ഇരുട്ടിലേക്ക് ആട്ടിത്തെളിയിക്കപ്പെടുന്നുണ്ട് എങ്കിൽ അതിൻ്റെ കാരണം നമ്മൾ അവരെ നിർമ്മിച്ചില്ല എന്നുള്ളത് തന്നെയാണ്. നമുക്ക് ജനങ്ങളെ കുറ്റം പറയാൻ പറ്റില്ല. ഇപ്പോൾ ആരാണ് ഇവിടെ വോട്ട് ചെയ്ത് ജയിപ്പിക്കുന്നത്? അടുത്ത തെരഞ്ഞെടുപ്പിലെ BJP അധികാരത്തിൽ വരുമെങ്കിൽ അവർ ജയിപ്പിക്കുന്നത് ആരാണ്? എന്തെങ്കിലും ബോധമുണ്ടോ പാർലമെൻ്ററി തെരഞ്ഞെടുപ്പിൽ പോയി വോട്ട് ചെയ്യുന്ന കോടാനുകോടികളായിട്ടുള്ള മനുഷ്യർക്ക്? അവർ രാഷ്ട്രീയ ബോധത്തോടു കൂടിയാണോ, അവകാശബോധത്തോടു കൂടിയാണോ, ഭരണഘടനയെ പറ്റി അറിഞ്ഞിട്ടാണോ? അല്ല. നീ പോയി വോട്ട് ചെയ്തെന്ന് പറഞ്ഞാൽ കാശ് കൊടുത്താൽ അവൻ പോയി വോട്ട് ചെയ്യും, അല്ലെങ്കിൽ ആട്ടിത്തെളിച്ച് കൊണ്ടുപോയി അവർ പോയി വോട്ട് ചെയ്യും. അങ്ങനെ ജയിപ്പിക്കുന്ന ജനാധിപത്യമാണ് ഇവിടെ നിലനിൽക്കുന്നത്. ഈ കണ്ട കാലമായിട്ടും നമ്മുടെ ഭരണഘടനയിലോ നമ്മുടെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലോ ഉള്ള പഴുതുകളും ചോർച്ചകളും അടച്ചുകൊണ്ട് ഒരു സംവിധാനം ഉണ്ടാക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല. അതിൻ്റെ കാരണം അത്തരത്തിലുള്ളൊരു പ്രവർത്തനത്തിനല്ല, അധികാര കേന്ദ്രീകരണത്തിനാണ് രാഷ്ട്രീയ പാർട്ടികൾ അധികാരത്തെ കണ്ടത്. അധികാരം മുഴുവനും തങ്ങളുടെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളിലേക്ക് കേന്ദ്രീകരിക്കുകയും ജനങ്ങൾ പരമാധികാരികൾ എന്ന് പറയുന്നതിനെ തുടച്ചു നിൽക്കുകയും ചെയ്തു. ജനങ്ങൾക്ക് ഒരു പരമാധികാരവും ഇല്ല, ജനങ്ങൾക്ക് അതിട്ട് അറിയില്ല, അവർക്കത് ആവശ്യവുമില്ല. ഇങ്ങനെ നിലനിൽക്കുന്നൊരു സംവിധാനത്തിനകത്ത് വോട്ട് ചെയ്ത് ജയിപ്പിക്കാനും അധികാരത്തിലേക്ക് കയറാനും ആർക്കൊരു പ്രയാസമില്ല. ബലമുണ്ടായാൽ മതി, നല്ല ബലമുണ്ടായാൽ മതി. ആയുധ ബലം, കാശിൻ്റെ ബലം, കോർപ്പറേറ്റുകളുടെ ബലം, അതുപോലെ തന്നെ ഈ മാതിരിയുള്ള പിന്നെ വിഡ്ഢിത്തങ്ങൾ പറഞ്ഞ് ഫലിപ്പിക്കാനുള്ള ഫലം, നല്ലപോലെ വേഷം കെട്ടി നടക്കാനുള്ള ഫലം, അതൊക്കെ ഉണ്ടായാൽ ജയിക്കാവുന്നേ ഉള്ളൂ. ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് വോട്ട് സമ്പ്രദായമൊക്കെ അതാണ്. അപ്പം നമ്മൾ ഒരു ജനത എന്നുള്ള നിലയിൽ നമ്മുടെ ഉത്തരവാദിത്തത്തെക്കുറിച്ചും കൂടി ആലോചിക്കണം. കുറേ അധികം സ്ത്രീകൾ മുന്നോട്ട് വന്നിട്ടുണ്ട്, ദളിതർ അവരുടെ അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ഇതൊക്കെ മനുഷ്യരല്ലേ, തുല്യ അവകാശമുള്ളവരല്ലേ? ഈ തുല്യ അവകാശമുള്ളവർക്ക് ഇത് കൊടുക്കാതെ കണ്ട് പിടിച്ചു വയ്ക്കുന്നതിനെ അധിനിവേശം എന്നാ പറയുക. സ്ത്രീകൾക്ക് അവകാശപ്പെട്ട തുല്യ പ്രാതിനിധ്യമുള്ള സീറ്റുകൾ പിടിച്ച് അതിൽ പുരുഷന്മാരെ ഇരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പേര് അധിനിവേശം എന്നാ. ഒഴിഞ്ഞു കൊടുക്കില്ല എന്ന് തന്നെ പലസ്തീൻ ഗാസയിൽ ഇസ്രായേൽ നടത്തുന്നത് പോലെ തന്നെ ഒഴിഞ്ഞു കൊടുക്കില്ല ഞങ്ങൾ അധികാരം. ഒഴിഞ്ഞു കൊടുക്കാനോ പരീക്ഷിക്കാനോ ഞങ്ങൾ തയ്യാറല്ല. സ്ത്രീകൾ അധികാരത്തിൽ വന്നാൽ ആകെ തകരാറാവുന്നതാണ്. അധികാരം കൊടുത്താലേ അറിയുള്ളൂ, അധികാരം കിട്ടിയാലേ അറിയുള്ളൂ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്ന്. അപ്പോൾ ആ രീതിയിൽ സ്ത്രീകൾ കേരളത്തെ നിർമ്മിച്ചിട്ടില്ല. അങ്ങനെ നിർമ്മിക്കാൻ ഒരു പ്രാതിനിധ്യവും അവർക്ക് ഉണ്ടായിട്ടില്ല. അവരെ അതിനെപ്പറ്റി അഭിപ്രായം പറഞ്ഞിട്ടില്ല. സ്ത്രീകളുടെ പ്രാതിനിധ്യ കുറവ് കൊണ്ട് വളരെ അപക്വവും അപൂർണവുമായിട്ടുള്ള രീതിയിൽ വളരെ ആണധികാരത്തോടു കൂടി നിലനിൽക്കുന്ന സംവിധാനങ്ങളാണ് ഇവിടെയുള്ളത്. അക്ഷരാർത്ഥത്തിൽ പൊള്ളിക്കുന്ന വാക്കുകളിലൂടെ രണ്ടുപേരും കുറേ കാര്യങ്ങൾ പറയുന്നു. ചോദ്യങ്ങൾക്ക് ഇടം നിർഭാഗ്യവശാൽ സമയം കൂടുതൽ കൊണ്ട് മാത്രം നിർത്തുകയാണ്. രണ്ടുപേർക്കും ഇനിയും ഒരുപാട് പറയാനുണ്ട് എന്ന് എനിക്കറിയാം. ഈ മറുപടികൾ പക്ഷേ പൂരിപ്പിക്കുന്നത് ഒറ്റ കാര്യം മാത്രമാണ്: എത്രത്തോളം മോശമായാണ് അല്ലെങ്കിൽ എത്രത്തോളം തുല്യതയില്ലാതെയാണ് കേരള സമൂഹം, ഒരു പാട്രിയാർക്കിയുടെ എല്ലാ സ്വഭാവമുള്ള കേരള സമൂഹം സ്ത്രീകളോട് പെരുമാറുന്നത് എന്ന് ഒരിക്കൽ കൂടി നമ്മളെ ബോധ്യപ്പെടുത്തുന്നു ഈ വാക്കുകളും. നന്ദി.
കേരളത്തിൽ മറ്റൊരിടത്തും ഇല്ലാത്ത സാധ്യത കേരളത്തിലെ സ്ത്രീകൾ വിദ്യാഭ്യാസ രംഗത്തും ഇടപെടൽ രംഗത്തും സൃഷ്ടിച്ചിട്ടുണ്ട്. പോരായ്മയാണ് നമ്മൾ പറഞ്ഞത്. പോരായ്മ വലിയതായതുകൊണ്ട് സാധ്യത കാണാതെ പോകുന്നത് ശരിയല്ല എന്നുള്ളതും കൂടി ഓർമ്മിക്കണം. തീർച്ചയായിട്ടും യാഥാർത്ഥ്യങ്ങളിലേക്ക് വെളിച്ചം വീശുന്ന ഒരു സെഷൻ തന്നെയായിരുന്നു. സമയപരിമിതി മൂലം നമ്മൾ അവസാനിപ്പിക്കുകയാണ്.